ഒരു സ്പെഷ്യൽ സെഷനിൽ നമ്മൾ ഏകദേശം 200ഓളം ആൾക്കാർ നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് വന്നു കഴിഞ്ഞു. 190ഓളം ആൾക്കാർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ദിസ് ഇസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. അപ്പോ റിമൂവ് ഓൾ യുവർ ബ്ലോക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിലേക്ക്, ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാ ബ്ലോക്സുകളും നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്സുകളുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള ബ്ലോക്സുകൾ എന്ന് പറയുമ്പോൾ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ പല ചാലഞ്ചസുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ചെറുപ്പം മുതൽ ഈ ഒരു ഘട്ടം വരെയുള്ള ഒരു പീരീഡിൽ നമ്മൾ പല ചാലഞ്ചസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. ഓക്കെ, ആ പല ചാലഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് നിങ്ങൾ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകന്മാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില ട്രോമാസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ വളർന്നു വലുതായതിനു ശേഷം നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, മേ ബി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ ഉണ്ടാകാം. അതും നിങ്ങൾക്ക് എന്തായി മാറിയിട്ടുണ്ടാകും. ഈ ഓരോ അനുഭവങ്ങളും ചിലപ്പോൾ നിങ്ങളിൽ പലതരത്തിലുള്ള ബ്ലോക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. അപ്പം ചില കേസിൽ നിങ്ങളുടെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? ചില കേസിൽ നിങ്ങളുടെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബ്ലോക്കാണ്. റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ആളുടെ പ്രശ്നം? റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കുടുംബ ബന്ധങ്ങളിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. ഫാമിലി ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും അവരുടെ ലൈഫിൽ എന്താ വെച്ചാൽ വഴക്കോ പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ സംഭവിക്കുന്നുണ്ടാവാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷണൽ ബ്ലോക്കാണ്. എഡ്യൂക്കേഷൻ ബ്ലോക്കുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചയോ വളർച്ചയോ കാര്യങ്ങളോ നടക്കുന്നില്ല. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അവർക്ക് പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. വളർച്ചയോ ഉയർച്ചയോ നടക്കുന്നുണ്ടാവില്ല. ഈ എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൺട്രോളിംഗ് ആയിട്ടുള്ള പാരന്റിങ് ആണ് നമുക്ക് ലഭിച്ചത് എങ്കിൽ, ചെറുപ്പത്തിൽ വളരെ കൺട്രോളിങ്, എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വഴക്ക് പറയുന്ന, അത് നന്നായിട്ട് ഉപദ്രവിക്കുന്ന, നന്നായിട്ട് വഴക്ക് പറയുന്ന, അങ്ങനെയുള്ള കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരാൻ അത് വരില്ല നിങ്ങൾക്ക്. കാരണം പേടിയാണ്, മിസ്റ്റേക്സ് ആകുമോ എന്നുള്ള ഭയം. ആ ബ്ലോക്ക് മൂലം എന്ത് ചെയ്യും? ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാതെ ബ്ലോക്കായി കിടക്കും. ക്രിയേറ്റീവ് സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഒരു സേഫ്റ്റി മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വലിയ റിസ്ക് ഒന്നും എടുക്കാതെ ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മളോട് ചില സ്റ്റോറീസ് പറയും, ഇങ്ങനെ ചെയ്യുന്നതാണ് ശരി എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു പല ന്യായീകരണങ്ങളും നമ്മൾ കണ്ടെത്തും. നമ്മൾ ആക്ച്വലി അത് വിശ്വസിക്കും. അതായത് എനിക്ക് അതിന് വേണ്ട രീതിയിലുള്ള പഠനങ്ങളും സംഗതികളും മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ, അതേ നമുക്ക് ഇഷ്ടമുള്ളൂ. കാരണം നമ്മളുടെ നോർമാലിറ്റി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നമുക്കൊരു എഡ്യൂക്കേഷൻ ബ്ലോക്ക് വന്നേക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പം ഇതേപോലെ ഇത് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ റിസ്ക് എടുക്കണം എന്നറിഞ്ഞിട്ടും റിസ്ക് എടുക്കാതെ മറ്റുള്ള മെത്തേഡുകൾ, സേഫ്റ്റി മൈൻഡ് സെറ്റുകൾ, അതാണ് നല്ലത് എന്നുള്ള രീതിയിൽ അടങ്ങി ഒതുങ്ങി പോകുന്ന രീതിയിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് എവിടെ നിന്ന് വരുന്നതാണ്? ചെറുപ്പത്തിലെ കൺട്രോൾഡ് ആയിട്ടുള്ള പാരന്റിങ് ഉണ്ടാകുന്നതിലൂടെ വരുന്നതാണ്. ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഇഫ് യു അഗ്രി വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ ഐ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ ഐ. ജസ്റ്റ് കമന്റ് ഡൗൺ ഐ. ഇഫ് യു അഗ്രി വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ ഐ എന്ന് കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സിമിലർ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങളുടെ വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ഐ. യെസ്, ഒരുപാട് പേര് എന്ത് ചാനൽ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്. അടുത്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത ഒരു ചില ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ത്, അവരുടെ ലൈഫില് തീരെ കൺട്രോളോ തീരെ കെയറിങ്ങോ കാര്യങ്ങളോ കിട്ടാതിരിക്കുക. ഐ മീൻ അവരെ കൺട്രോൾ ചെയ്തില്ല. അവരുടെ വീട്ടിൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുണ്ട്, സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യം അവിടെ ഫീൽ ചെയ്തു. അവിടെ മാതാപിതാക്കളുടെ അധികം ഡിസിപ്ലിനോ കാര്യങ്ങളോ സംഗതികളോ ഇല്ല. കാരണം ചിലപ്പം പിതാവ് ചിലപ്പം ബിസിനസ്മാൻ ആയിരിക്കാം,
അങ്ങനെ വളർന്ന സാഹചര്യത്തിലുള്ളവരുണ്ടാവും. അതായത് വേണ്ടത്ര നിയന്ത്രണം ലഭിക്കാതെ, ഒരു ഡിസിപ്ലിൻ ലഭിക്കാത്ത ആൾക്കാർ, കുറച്ചൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. സ്നേഹം, കരുതൽ, കൺട്രോളിങ് ലഭിക്കേണ്ട സമയത്ത് അത് ലഭിക്കാതെ അതിന് പകരം ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ള ഒരു അവസ്ഥ, ഇങ്ങനെ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്ത് കളിച്ച് നടക്കുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ വളർന്നു, ഒരു അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ കുട്ടി ആ ഒരു പ്രായത്തിൽ എന്താ വെച്ചാൽ കറങ്ങി നടക്കുകയാണ്, കളിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ഉള്ള ലൈഫാണ്. അവർക്ക് എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അവർക്കൊരു ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിനോ സംഗതികളോ ഉണ്ടാവില്ല. തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാൻ വലിയ പ്രയാസമുള്ള കുറെ ആൾക്കാരെ കാണാൻ പറ്റും. അതൊരു പ്രശ്നമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അതും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഒരുപാട് എന്താ വെച്ചാൽ ചൈൽഡ് ലേബർ, ഒരുപാട് എന്താ വെച്ചാൽ ജോലി ചെയ്യിപ്പിച്ചു, ഇഷ്ടമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല, കാരണം നിർബന്ധമായിട്ട് വീട്ടിൽ ഒരു കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ കാര്യങ്ങളോ സംഗതികളുമായി ബന്ധപ്പെട്ട് ചെറുപ്പകാലത്ത് എന്താ വെച്ചാൽ അനുഭവിക്കേണ്ടി വന്നു. നിർബന്ധം, മറ്റുള്ള കുട്ടികളെ കളിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് പിടിച്ച് പണിയെടുപ്പിച്ചിട്ടുള്ള സംഗതി. അപ്പൊ ജോലിയോട്, പണിയെടുപ്പിക്കുന്നതിനോട്, ടാസ്കിനോട് വല്ലാതെ തീരെ ഇഷ്ടമില്ല. ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല, എപ്പോഴും ഒരു എസ്കേപ്പിസം മൈൻഡ് ഉണ്ടാകും, വെറുപ്പുണ്ടാകും പണിയോട് എന്ന് വെച്ചാൽ. കാരണം ചെറുപ്പത്തിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. ചിലർക്ക് മാത്സ് ഇഷ്ടമല്ല, ചെറുപ്പകാലത്ത് പഠിക്കുന്ന സമയത്ത് കണക്ക് വിഷയം ഇഷ്ടമല്ല, കണക്ക് മാഷിനെ പേടിയായിരുന്നു, കണക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയാറില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്പറുകളെ ഭയമാണ്, കാരണം കണക്ക് മാഷിനെ ഭയം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, കാരണം നമ്പർ, കണക്കുകൾ എഴുതി വെക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ കാര്യങ്ങൾ എഴുതുകയോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ താല്പര്യം അങ്ങനെയൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ തീരെ ഉണ്ടാവില്ല എന്നുള്ളൊരു സംഗതി പൊതുവെ ഇവർക്ക് വരുന്നതാണ്. ഇനി വേറൊരു രീതിയിൽ എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആൾക്കാരാണെന്ന് പറയുന്നത് എന്ത്? ഫൈനാൻഷ്യലി നമ്മൾ കണ്ടു വളരുന്നത് എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾ ചെറുപ്പത്തിൽ എന്ത് അനുഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് കണക്കിടാം. നിങ്ങൾ ഏത് രീതിയിലുള്ള ജീവിതമായി അനുഭവിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കണക്കിടാം. പല തരത്തിലുള്ള ബ്ലോക്കുകൾ നമുക്ക് അറിയാൻ പറ്റും. അതിലൊരു ബ്ലോക്കാണെന്ന് വെച്ചാൽ, ഒരു ബ്ലോക്കാണ് എന്ത്? എഡ്യൂക്കേഷണൽ ബ്ലോക്ക്. മറ്റൊരു ബ്ലോക്കാണ് എന്ത്? കരിയർ ബ്ലോക്ക്. ഈ എഡ്യൂക്കേഷണൽ ബ്ലോക്കുള്ള ആൾക്ക് കരിയർ ബ്ലോക്ക് ഉണ്ടാകും ഫ്യൂച്ചറിൽ. എഡ്യൂക്കേഷണൽ ബ്ലോക്ക് ചെറുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, നല്ല വഴക്ക് കിട്ടി, അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡിൽ റിപ്പോർട്ടിൽ എന്ന് വെച്ചാൽ റെഡ് വീണു, അപ്പൊ നിങ്ങൾക്ക് പഠനത്തിന് ബുദ്ധിമുട്ട് വന്നു. ഇത് ഈ പഠനം തന്നെയാണ് തൊഴിൽ മേഖലയിൽ നമുക്ക് പഠിക്കണം. ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അത് പഠിച്ചതിന് പ്രോപ്പറായിട്ട് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള കഴിവ് നമുക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കതൊരു ബ്ലോക്കായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ തരത്തിലുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എഡ്യൂക്കേഷണൽ ബ്ലോക്ക് നിങ്ങൾക്കുണ്ടോ? പിന്നെ വേറെന്ത് ബ്ലോക്കാണ് ഉള്ളത്? റിലേഷൻഷിപ്പ് ബ്ലോക്ക്. വേണ്ട രീതിയിൽ സ്നേഹം കിട്ടിയില്ല. ഒന്നുകിൽ നിങ്ങളുടെ ഫാദർ ഗൾഫിലായിരുന്നു. ഒരു ഫാദർ ഗൾഫിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ കൂടെ മാതാവിന്റെ സ്നേഹം, മക്കൾക്ക് മാതാവിന്റെ സ്നേഹം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എല്ലാ ദിവസവും ഫാദർ ഫോൺ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ അത് പരിഹരിച്ചിട്ടുണ്ടാകും. എന്നാൽ പോലും പലപ്പോഴും പിതാവ് ഗൾഫിലാകുന്ന ഒരു സാഹചര്യം ഉള്ള എത്രയോ കുട്ടികളുണ്ട്, എത്രയോ ആൾക്കാർ അങ്ങനെയുള്ള രീതിയിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്താ വെച്ചാൽ ഒരു സംരക്ഷകന്റെ റോള്, ഒരു പ്രൊവൈഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സംരക്ഷകന്റെ റോള് പലപ്പോഴും ഇല്ലാണ്ടായി പോകും. ഒരു റോൾ മോഡൽ ആസ് എ ഫാദർ, ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ റോൾ മോഡൽ എന്നുള്ള നിലയ്ക്ക് അവരുടെ ലൈഫിൽ അയാൾ ഇല്ലാതായി പോകും. ഒരു പുരുഷന്റെ റോൾ മോഡൽ സംഗതികൾ. അപ്പൊ അങ്ങനെയുള്ള സംഗതികളുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് ഇല്ലാണ്ടായി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആൺകുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ജോലിയിൽ സ്ഥിരത ഇല്ലാതാവുക. ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുക, എല്ലാ ദിവസവും ഫോൺ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടത് മേക്കപ്പ് ചെയ്യുന്നവരും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. നമ്മളുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രോമ എന്ന് പറയുന്നത് നമ്മൾ എന്തനുഭവിച്ചു എന്നുള്ളതല്ല ട്രോമ. അതിൽ നിന്ന് നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്തത്, നമ്മൾ എന്താണ് അത് മനസ്സിലാക്കിയെടുത്തത്, നമ്മുടെ ജീവിതത്തെ, നമ്മളുടെ മാനസികമായിട്ട് നമ്മളെങ്ങനെ ബാധിച്ചു, അതിനെ പറയുന്ന പേരാണ് ട്രോമ.
അപ്പൊ അത് നമ്മൾ കടന്നു പോയ സാഹചര്യങ്ങളിൽ ഈ ട്രോമയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, നമുക്കുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പൊ ബ്ലോക്കുകളിൽ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചിലപ്പം ഇതായിരിക്കാം. ചിലർക്ക് എന്താണ്, ചെറുപ്പത്തിൽ വേണ്ട രീതിയിലുള്ളൊരു സ്നേഹം, കെയറിങ് കിട്ടേണ്ട രൂപത്തിൽ കിട്ടില്ല. അതിന് പകരം ഒരുപാട് വഴക്കും കുറ്റപ്പെടുത്തലും മടിയും സംഗതി കിട്ടിയത്. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾ ഡിവോഴ്സായി, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് ഓർഫനേജിൽ വളർത്തപ്പെട്ടു, അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളിൽ വളർത്തപ്പെട്ടു. ഇങ്ങനെയുള്ള സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോർഡിംഗ് സ്കൂളിൽ വളർത്തപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് ഉപേക്ഷിക്കപ്പെട്ട ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മാത്രം, എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി, അബാൻഡൻമെന്റ് എന്ന് പറയും. ആ സംഗതി അനുഭവിച്ചിട്ടുള്ള ഒരു ഉപേക്ഷിക്കപ്പെടൽ, ഒറ്റപ്പെടുത്തലുകൾ, സ്നേഹം വളരെ രീതിയിൽ കിട്ടാതിരിക്കുക, അപ്രീസിയേഷൻ കിട്ടാതിരിക്കുക, കുറ്റപ്പെടുത്തലുകൾ കിട്ടുക, നിന്നെ കൊണ്ട് തോറ്റു, മതിയായി എനിക്ക് എന്നുള്ള രീതിയിലുള്ള പ്രാക്കുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റുകളാണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ സ്വയം വെറുത്തു പോകുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ ലൈഫിൽ. ഉപേക്ഷിക്കപ്പെട്ട് എന്താ പറയുക, അബാൻഡൻമെന്റ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അവർക്കുള്ള റിലേഷൻഷിപ്പ് ബ്ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുന്ന ബിഹേവിയർ ഡെവലപ്പ് ആകും. അതായത് കുടുംബജീവിതത്തിലേക്ക്, ഇയാൾ മാരീഡിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പ് ബ്ലോക്ക്, ഇവർ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ വഴക്കുണ്ടാകുമ്പോൾ ഈ വഴക്ക് ഇവർക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. ഇവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കും. ആ ഇറങ്ങിപ്പോകുന്നൊരു സ്വഭാവം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളോ ഒരു പ്രശ്നം വരുമ്പോൾ അത് സംസാരിച്ച് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ തയ്യാറാവാതെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ, അതിന് ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ താല്പര്യമില്ലാതാവുന്നുണ്ടെങ്കിൽ അവോയ്ഡൻസ് ബ്ലോക്ക് ആണുള്ളത്. ചെറുപ്പത്തിൽ അബാൻഡൻമെന്റ്, സ്നേഹം കിട്ടാതെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അതിൽ ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ ചിലപ്പം രണ്ടുപേരുടെ കുട്ടിക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ കുട്ടിക്ക് അവോയ്ഡൻസ് ബിഹേവിയർ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൂടുതൽ കുറച്ച് സമയം, ചിലർക്ക് എന്താ വെച്ചാൽ സ്നേഹം കിട്ടി പക്ഷെ വഴക്കും കിട്ടി. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടി, നല്ല വഴക്കും കിട്ടി, സ്നേഹം കിട്ടി, നല്ല വഴക്കും കിട്ടി. നന്നായിട്ട് ഒറ്റപ്പെടുത്തലും കിട്ടിയിട്ടുണ്ട്, സ്നേഹവും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടുമാണ് സംഭവിച്ചതെങ്കിൽ എന്താ സംഭവിക്കുക? സ്നേഹം ഉണ്ടാകും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, അവോയ്ഡൻസ് ഉണ്ടാകും. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ആ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് പോകും. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്നേഹം തീരെ കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആങ്സൈറ്റി ഉണ്ടാവും. അബാൻഡൻമെന്റ് പോലെ തന്നെയാണ് ആങ്സൈറ്റി, സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? റിലേഷൻഷിപ്പിൽ ആങ്സൈറ്റി ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കമ്പാരിസൺ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കും, ഇവനെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ സിബ്ലിങ്സ് റൈവലറി ഉണ്ടായിട്ടുണ്ട്. സിബ്ലിങ്സ് റൈവലറി എന്ന് പറഞ്ഞാൽ എന്താ? ചെറുപ്പത്തിൽ കൂടുതൽ സ്നേഹം അനിയത്തിക്കോ അനിയനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ മറ്റുള്ളവർക്കോ കിട്ടി എന്ന് തോന്നുക. സഹോദരങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ സ്നേഹം കിട്ടിയെന്ന് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ എന്തുണ്ടാകും? ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഏതെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കും? ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോക്ക്, റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള ലൈഫ് പാർട്ണറെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ പേടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഭയങ്കര ക്ലിങ്ങി ആവും. അതായത് ഇങ്ങനെ വല്ലാണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, എവിടെ എപ്പോഴും നിങ്ങളുടെ കൂടെ വേണം. ആ ആള് നിങ്ങളുടെ കൂടെ തന്നെ ഫുൾ ടൈം വേണം എന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുക? മറ്റേ ആൾക്കൊരു പ്രൈവസിയോ ഫ്രീഡോ കിട്ടില്ല. അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ആണ് ഉണ്ടായിരുന്നെങ്കിലോ, അതാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? അയാൾ ഏത് വഴിക്ക് പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കൊരു സ്നേഹമില്ല, ഒന്നും വിളിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിന്റെ പേരിൽ മറ്റേ ആൾ എന്ത് ചെയ്യും? വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഏതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഒന്ന് ഓവറായിട്ട് സ്നേഹിച്ചിട്ട് ഓവറായിട്ട് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്കുള്ളത്. അല്ല തീരെ കെയർ ചെയ്യുന്നില്ലേ, വേണ്ട രീതിയിൽ എന്താ പറയുക, വിളിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയാണോ നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്കുള്ളത്? ഇത് രണ്ടും അല്ലാത്തൊരു സംഗതി ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതും. ഇടയ്ക്ക് വല്ലാണ്ട് സ്നേഹമായിരിക്കും, ഇടയ്ക്ക് തീരെ സ്നേഹം ഉണ്ടാവും. അതെന്താ സംഭവം? ലവ് ബോംബിംഗ് എന്ന് പറയും. ഭയങ്കരമായിട്ട് സ്നേഹിക്കും,
ഒരു ചില സമയത്ത് തീരെ സ്നേഹമില്ലാതെ ഡിസ്കണക്റ്റഡ് ആയിട്ട് പോകുന്ന, കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് പോവുക. കുറച്ച് കാലത്തേക്ക് ഭയങ്കര സ്നേഹം, പിന്നെ കുറച്ച് തീരെ സ്നേഹമില്ല, എപ്പോഴും വഴക്കുണ്ടായിട്ട് ഭയങ്കരമായിട്ട് പോവുക, തീരെ മൈൻഡില്ല. പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും നല്ലോണം സ്നേഹം, എന്താണ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയും. ഇവർക്ക് ചെറുപ്പത്തിൽ നല്ലോണം സ്നേഹം കിട്ടിയിട്ടുണ്ട്, നല്ലോണം അവോയ്ഡൻസും കിട്ടിയിട്ടുണ്ട്. രണ്ടിനെയും മിക്സ് ചെറുപ്പത്തിൽ അനുഭവിച്ചതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾക്ക് കാര്യങ്ങളുള്ളവരുണ്ടാവും. ചില ആൾക്കാരുടെ ബ്ലോക്ക് എന്താണ്? റിലേഷൻഷിപ്പിലെ ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഞാൻ പറഞ്ഞു. ചെറുപ്പത്തിൽ നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കാം? പണവുമായി ബന്ധപ്പെട്ടുള്ള ഫൈനാൻഷ്യൽ ബ്ലോക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് പണം വരുന്നുണ്ടാവില്ല, പണം വരുത്താൻ കഴിയുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് റിസോഴ്സ്ഫുൾനെസ് കപ്പാസിറ്റി ഉണ്ടാവില്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ന പണത്തെ മാനേജ് ചെയ്യാൻ കഴിയില്ല, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക, വന്ന പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ സ്നേഹം, റെക്കഗ്നീഷൻ തീരെ വല്ലാണ്ട് കിട്ടിയിട്ടില്ല എന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് പണം വന്നു കഴിയും, പണം വരുത്താൻ ശ്രമിക്കുന്നത് തന്നെ എന്തിനാണ്? നിങ്ങൾക്ക് വിജയിക്കണം, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ, അതായത് നിങ്ങൾക്ക് വിജയിച്ചിട്ട് വലിയ വീട് വെച്ചിട്ട് വലിയ കാറ് വാങ്ങിച്ചിട്ട് നാട്ടുകാരെ കാണിക്കണം, എന്നിട്ട് അവരിൽ നിന്ന് സ്നേഹം ലഭിക്കണം, അവരിൽ നിന്ന് അഭിനന്ദനം ലഭിക്കണം, അവരിൽ നിന്ന് പരിഗണന ലഭിക്കണം, റെസ്പെക്ട് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പണം സമ്പാദിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ നിങ്ങൾ എന്ന് വെച്ചാൽ പണം സമ്പാദിച്ച ഉടനെ തന്നെ നിങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നു, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്നു, കാര്യങ്ങൾ വാങ്ങിക്കുന്നു, ഉള്ള പണം മൊത്തം ചെലവായി പോകുന്നു. നിങ്ങളുടെ ലൈഫിന് ഒരു ഡിസിപ്ലിനോ നിയന്ത്രണമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ഈ ഇമോഷൻസിന്റെ പിന്നാലെയാണ്. മറ്റുള്ളവരുടെ അടുത്ത് എക്സ്റ്റേണൽ വാലിഡേഷൻ, മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അഭിനന്ദനം കിട്ടണം, അപ്രീസിയേഷൻ കിട്ടുന്നതിന് പേരിൽ ഉണ്ടാക്കിയ പണം മുഴുവൻ നഷ്ടം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പണം നിലനിർത്തും, പണത്തിന് യാതൊരു വിലയും കാണാൻ കഴിയില്ല. ഇവർക്ക് ആഗ്രഹമുണ്ട് പണത്തിന് വില കൽപ്പിക്കണം, സംഗതികൾ പക്ഷെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലേത് ബ്ലോക്കാണ്? ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാവും, പിന്നെ കരിയർ ബ്ലോക്ക് ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ ബിസിനസ് ബ്ലോക്സ് ഉണ്ട്, സ്പിരിച്വൽ ബ്ലോക്ക് ഉള്ളവരുണ്ട്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് വേദന മാത്രമേ തന്നിട്ടുള്ളൂ, ഞാൻ എന്തിനാണ് ദൈവത്തെ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കൂടെ പിടിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥ, പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുക, വിഷമങ്ങളിലൂടെ കടന്നുപോയി മതിയായി. പ്രാർത്ഥിക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഒരു കാരണം കിട്ടും നമുക്കൊക്കെ. പിന്നെ നമ്മൾ ചില ആൾക്കാരുടെ പ്രശ്നമാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്തൊരു സംഗതി ഉണ്ട്, നമ്മുടെ നോർമാലിറ്റി ചേഞ്ച് ആകും. നമ്മുടെ നോർമാലിറ്റി ചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാരുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? നന്നായിട്ട് നല്ല വിജയം ഉണ്ടാകും, കുറെ കാലം ഉഷാറായിട്ട് പോകും, പിന്നെ താഴേക്ക് അങ്ങോട്ട് പോകും ഗ്രാഫ്. പിന്നെ വീണ്ടും കുറെ കാലം നല്ല ഉഷാറായിട്ട് പോകും, പിന്നെ താഴേക്ക് പോകും. ഇടയ്ക്കിടയ്ക്ക് ഉഷാറാവുക, ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് പോകും. ഇതെന്താ സംഭവം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹീറോസ് ജേണി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ ലൈഫിൽ ഡ്രാമ ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം. പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ നോർമാലിറ്റി എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീ ബോറടിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമില്ലാന്ന് വിട്ടിക്കോ, നിങ്ങൾ അറിയാതെ പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം നിങ്ങളായിട്ട് അട്രാക്ട് ചെയ്യും, നിങ്ങളായിട്ട് ചിന്തിക്കും, നിങ്ങളായിട്ട് അത് എന്ത് ചെയ്യും? കൊണ്ടുവരും. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മനഃപൂർവ്വം, നമുക്കെന്ന് വെച്ചാൽ നമുക്കൊരു നോർമലായിട്ട് കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഇഷ്ടമില്ല. കാരണം നമ്മൾക്കത് പരിചയമില്ല. നമ്മൾ ഇത്രയും കാലം റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചത് എന്താണ്? ട്രോമ സംഭവിക്കുന്നു, പ്രശ്നങ്ങൾ വരുന്നു, ആ പ്രശ്നത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നു. ഇറ്റ്സ് ലൈക്ക് ഒരു മായാവി കഥ പോലെ അല്ലേ? ഡാഗിനും കുട്ടൂസിനും എപ്പോഴെങ്കിലും മായാവി പിടിച്ച് കുപ്പിയിലാക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും രാജ്യം പോയിട്ട് അത് അവസാനം എന്ത് ചെയ്യും? കുപ്പിയിൽ നിന്ന് പുറത്തെയാട് രക്ഷപ്പെടും. എല്ലാ ലക്കത്തിലും ഇതന്നെയല്ല അവസ്ഥ. ഇതിൻ്റെയല്ലേ നമ്മുടെ ജീവിതവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രശ്നം വരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, വീണ്ടും അല്ലേ? നമ്മളാണ് മായാവി, നമ്മൾ എന്ത് ചെയ്യുന്നു? കുപ്പിയിലാക്കപ്പെടുന്നു, പിന്നെ കുപ്പിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു, കുപ്പി പൊട്ടി പുറത്തിയാടി നമ്മൾ രക്ഷപ്പെട്ടു, വീണ്ടും കുപ്പി പോയി വീഴുന്നു. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നതിന്റെ കാരണം എന്താ? ദിസ് ഈസ് കോൾഡ് ലൈക്ക് പാറ്റേൺ. അതായത് ഇമോഷണൽ പാറ്റേൺസ് ആണ്. നമ്മുടെ ഇമോഷൻസിന് അനുസരിച്ചാണ് നമ്മൾ അത് അട്രാക്ട് ചെയ്യുന്നത്, പ്രശ്നങ്ങളെ. അത് നമ്മൾ വരുത്തും. നമുക്കതാണ് ഇഷ്ടം, നമുക്കതാണ് നോർമൽ, നമുക്കതാണ് കംഫർട്ട് സോൺ, അതാണ് നമുക്ക് പരിചയമുള്ളൂ. അതില്ലാത്ത ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് തോന്നും സംതിങ് ഈസ് റോങ്, എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒരു രസമില്ല, ഒരു വൈബില്ല, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. റൈറ്റ്? ഒരു വൈബില്ല, ഒരു രസമില്ല. അപ്പം നമ്മളോട് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കേ, നോർമലായിട്ട് ബോറടി എന്നുള്ളത് ഓക്കെയാണ് നമുക്ക് പറയണം. ബോറടിച്ചാൽ നമുക്ക് പ്രശ്നമാണ്, ശരിയല്ലേ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് എന്തോ പ്രശ്നം. അപ്പം നമുക്ക് ഡ്രാമ നമുക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. പരമാവധി ആൾക്കാർ ഇന്ന് വീഡിയോയിൽ വരും കേട്ടോ.
നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ എനിക്കൊരു എനർജിയാണ്. ബി ഹിയർ ഇൻ വീഡിയോ. അപ്പോൾ നമ്മുടെ ലൈഫ് പ്രശ്നങ്ങളുണ്ടെങ്കിലേ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലേ നമ്മൾ എന്താവുന്നുള്ളൂ, നമ്മുടെ ലൈഫ് നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. കാരണം നമ്മൾ ഇത്രയും കാലം അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ, 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 ലൈക്ക് ഉയരുന്നു വളരുന്നു, ഉയരുന്നു തളരുന്നു, വളരുന്നു തളരുന്നു, വളരുന്നു തളരുന്നു, വളരുന്നു തളരുന്നു. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് നമുക്ക് പരിചയം, നമുക്ക് നോർമൽ കംഫർട്ടബിൾ ഇതാണ്. അപ്പൊ ഉയർന്ന് നല്ല രീതിയിൽ ഉയർന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞത്, അതിലിങ്ങനെ പോകുമ്പോൾ ഒരു ബോറടിയാണ്. നമ്മൾ ഉയർന്നു നിന്ന് കംഫർട്ട് സോണിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ സംഭവിക്കുന്നത്, നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മൾ മുയലിന്റെ സ്വഭാവം എടുക്കും. എന്താ മുയലിന്റെ സ്വഭാവം? ഓട്ട മത്സരത്തിൽ നമുക്ക് ചെറുതായിട്ട് ഓവർ കോൺഫിഡൻസ് വരും, നമുക്ക് റെസ്റ്റ് എടുക്കാൻ പോകണം, നമ്മൾ പോയിട്ട് റെസ്റ്റ് എടുക്കും. അപ്പൊ നമുക്ക് അറിയാം ഇത് പണി കിട്ടും, എന്നാലും നമ്മൾ പോയി റെസ്റ്റ് എടുക്കും. കാരണം ഇതിന് മുൻപ് നമുക്ക് ശീലം അതാണ്, നമുക്കത് താല്പര്യം. എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ദിവസം പണിയെടുത്തിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. അല്ലാതെ നമുക്ക് ഇതിനെ എൻജോയ് ചെയ്യാനോ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യണോ, ഇതാണ് റിയാലിറ്റി, ഇതാണ് ലൈഫ്, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്ത ബോധം അക്സെപ്റ്റ് ചെയ്തിട്ട് പണിയെടുത്ത് പോകാനുള്ളൊരു മൈൻഡ് നമുക്കില്ല. ഒരു 35-40 വയസ്സൊക്കെ കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ആ മൈൻഡ് വരും. പക്ഷെ ആ മൈൻഡ് വരുന്നത് കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യമില്ല, സ്വപ്നങ്ങൾ താല്പര്യമില്ല, ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, ഇതിങ്ങനെ പോട്ടെ എന്നുള്ള അക്സെപ്റ്റൻസിൽ അത് പോകും. അങ്ങനെ പോകുന്നവർക്ക് കുറെ പ്രശ്നങ്ങൾ കുറയാറുണ്ട്, പക്ഷെ വേറെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എന്താണ്, ഉള്ളിൽ അവർ ഹാപ്പി ആയിരിക്കില്ല, സ്ട്രെസ്ഫുൾ ആയിരിക്കും, അവർക്ക് മിനിമം റിസൾട്ട് മാത്രമേ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ, അവരങ്ങ് ഒതുങ്ങിപ്പോകും. പക്ഷെ എന്തുണ്ട്, അവരുടെ കുറെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടാവും. ഈ 10-35 വയസ്സാകുന്നതിന്റെ ഇടയിൽ, 40 വയസ്സാകുന്നതിന്റെ ഇടയിൽ കുറെ ആൾക്കാരുടെ കുറെ നീഡ്സ് ഒക്കെ ഏകദേശം ഫുൾഫിൽ ആണ്. അതായത് ഇനി കളിച്ചിട്ട് കാര്യമില്ല, ഇനി കളിച്ച് നടക്കില്ല എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ കുറെയൊക്കെ എന്താ വെച്ചാൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഒക്കെ വരും, കുറെ റിയാലിറ്റി മനസ്സിലാവും, കുറെ പരാജയങ്ങൾ നഷ്ടപ്പെട്ട് ഒതുങ്ങിപ്പോകുന്നതാണ്, അല്ല ഒന്നുമല്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇപ്പോഴും പൈസ വന്ന പഴയ സ്വഭാവം കാണിക്കും. പൈസ ഇല്ലാത്തത് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടും എന്താ വെച്ചാൽ ഒതുങ്ങി പോകുന്നതാണ്, പേടി കൊണ്ട് ഒതുങ്ങി പോകുന്നതാണ്. അപ്പൊ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ റിയാലിറ്റിയിലേക്ക്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് കമ്മിങ് ഡൗൺ ആയി. നിങ്ങളത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ട്, നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലൂടെ, സിമിലർ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇഫ് യു അഗ്രി വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ ആയി, ജസ്റ്റ് കമന്റ് ഡൗൺ ആയി. യാ, റിഫാബി പറയുന്നു ലൈക്ക് അഗ്രി ചെയ്യുന്നു, അസീന അഗ്രി ചെയ്യുന്നു. സോ പരമാവധി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കട്ടോ, നമ്മൾ ഇത് കോച്ചിങ് ഇവിടെ നിന്ന് നടത്തുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്ലോക്സുകൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള അബണ്ടൻസ്, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ജോലി, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള വരുമാനം, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള സമ്പത്ത്, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ബിസിനസ്, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഉയർച്ച വളർച്ച സംഗതികൾ, കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പോസിബിളാണ്. വി ക്യാൻ ഡു ദിസ്, നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഹൗ വി ക്യാൻ ഡു ഇറ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്റ്റക്കാക്കി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഇമോഷണൽ പാറ്റേൺസുകളാണ്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്, ബ്രേക്ക് ചെയ്യണം. ഈ ശീലങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസിനാണ് തുടക്കം, അവിടെയാണ് തുടക്കം. നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രോബ്ലം എടുത്ത് ആ ചെറുപ്പത്തിൽ അവിടെ അനുഭവിച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ പാറ്റേൺസ് വരുന്നത് സെല്ലുലാർ മെമ്മറിയിൽ നിന്നാണ്. സെല്ലുലാർ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു മെമ്മറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് പലതവണ ബുദ്ധിമുട്ട് വരുന്നു, അതിന് നമ്മുടെ മായാവികത, ആ സംഭവങ്ങൾ സംഭവിച്ചിട്ട് നമ്മളുടെ ഉള്ളിൽ എന്തായിട്ടുണ്ട്, നമുക്ക് നോർമൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് രക്ഷപ്പെടും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് രക്ഷപ്പെടും, ഇതിങ്ങനെ ഒരു പാറ്റേൺ ആയിട്ടുണ്ട്. ഈ പാറ്റേൺ, ഈ ഒരു മെമ്മറി നമ്മൾ എടുത്ത് കളയണം. അതെടുത്ത് കളയണമെങ്കിൽ അതിന്റെ റൂട്ട് കോസിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം ചെറുപ്പത്തിൽ അനുഭവിച്ച എന്ത് പ്രോബ്ലമാണ്, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടോ, റെസ്പെക്ട് ലഭിക്കാത്തത് കൊണ്ടോ, പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ പണം ചെലവഴിക്കുന്നത്, നിങ്ങളിപ്പോൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വാങ്ങുന്നത്, നിങ്ങൾക്ക് യാതൊരു പണത്തിന് യാതൊരു വിലയില്ലാത്തത്, ആ പണത്തിന്റെ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്, നിങ്ങളുടെ കൈകൾക്ക് ഓട്ടക്കൈ എന്ന് പറയുന്നത് അതുകൊണ്ടാണോ എന്ന് ചിന്തിക്കുക. എന്റെ പൈസ എവിടെയാണ് പോകുന്നത് എന്ന് ശരിക്കും പരിശോധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ നിങ്ങൾ
പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറുപ്പത്തിൽ നിങ്ങളുടെ ഫാദർ വളരെ കൺട്രോളിങ് ബിഹേവിയർ ആണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ എതിർത്തു. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പറ്റി പറയുകയാണ്, അല്ലെങ്കിൽ സംഗതികൾ പറയുകയാണ്, എനിക്ക് ഇങ്ങനെ കാര്യം ചെയ്യാൻ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. നീ ഇപ്പൊ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ വഴക്ക് പറഞ്ഞു. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഒന്ന് കളിക്കാൻ ശ്രമിച്ചു. അപ്പൊ എല്ലാത്തിനും എതിർത്ത്, എല്ലാത്തിനും കൺട്രോൾ ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോഴേക്കും അതിന് നിങ്ങളെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരാൻ കഴിയില്ല, പണം ഉണ്ടാക്കാനുള്ള ഐഡിയ വരില്ല. അതാണോ നിങ്ങളുടെ കാരണം? അത് കാരണമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇതാണ് എന്റെ കാരണം എന്ന് തോന്നുന്നവരൊന്ന് കമന്റ് ചെയ്യും. ഇതായിരിക്കാം എന്റെ പ്രശ്നം. ഇനി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ അനുഭവിച്ചുള്ള സ്നേഹം ഒരുപാട് കിട്ടിയതാണോ പ്രശ്നം? സ്നേഹം തീരെ കിട്ടാതെ ഒഴിവാക്കപ്പെട്ടതാണോ പ്രശ്നം? അതായത് നീ ജനിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ദുരിതേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ടതാണോ പ്രശ്നം? അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും കൂടുതൽ സ്നേഹം നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ, അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കോ, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം ലഭിച്ചു എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണോ നിങ്ങൾക്ക് ഇപ്പോൾ പോലും സ്നേഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഡിവോഴ്സ് ആയി പോവുകയോ സെപ്പറേറ്റ് ആയി പോവുകയോ അവരുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾ അനുഭവിക്കുന്ന ബന്ധത്തിലുള്ള പ്രശ്നം? അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കം ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾക്ക് ബന്ധുക്കളുടെ വീട്ടിലേക്കൊന്നും യാത്ര പോകാനോ കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണോ ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു സ്നേഹത്തിൽ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നില്ല, ഒരു ഇഷ്ടമില്ല? നിങ്ങൾക്ക് പ്രണയമുണ്ടായി, അതിൽ നിന്ന് ട്രോമ അടിച്ചിട്ട് ആ ഒരു പ്രണയം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ആ പ്രണയത്തിലുള്ള ആൾ നിങ്ങളെ ചതിച്ചത് കൊണ്ട് അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോലും സത്യസന്ധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട് സ്നേഹിക്കാനും സ്നേഹം ഫീൽ ചെയ്യാനും, നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. ഇതുകൊണ്ടാണോ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? മനസ്സിലാവുന്നുണ്ടോ? റിജക്ഷൻ കൊണ്ടാണ്. എന്നെ റിജക്ട് ചെയ്തു. ഒരുപാട് നാണക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മ അറിയാതെ വഴക്ക് പറയുമായിരുന്നു. അറിയാതെ പറയുന്നതാണ്. അപ്പോ നമ്മളുടെ ഉള്ളിൽ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ, അപ്പൊ ഇതുകൊണ്ടാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കുടുംബജീവിതത്തിൽ? നിങ്ങൾക്ക് വഴക്കുണ്ടാകുന്നത് നിങ്ങൾക്ക് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണോ? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ഇതിലേതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിൻ്റെയും മൂല കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ജീവിതത്തിന്റെ ഇടയിലുള്ള ഒരു 10-15 വയസ്സിനിടയിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ വേദനാജനകമായിട്ടുള്ള എക്സ്പീരിയൻസുകളും നമ്മളെ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കായി കിടക്കുന്നത് അതാണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വലിയ ബിസിനസ്സിൽ റിസ്ക് എടുത്തിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. എന്താ കാര്യം? ഫാദർ കൺട്രോൾഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ വേറൊരാൾ പാർട്ണറെ കൂട്ടാൻ പേടിയായിരിക്കും ഇയാൾക്ക്. കാരണം എന്താ വെച്ചാൽ ഇതിനു മുന്നേ ഫാദർ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ പേടി? ഞാൻ മിസ്റ്റേക്ക് വരുത്തിയാലോ എന്നുള്ള പേടി. അതിന്റെ പേരിൽ വേറൊരാൾ വരികയാണല്ലോ, അപ്പൊ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയ അയാളെ ബാധിക്കുമല്ലോ എന്ന പേടി. രണ്ടാമത്തെ പേടി എന്താണ്? ഇയാളെങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ എന്റെ ഫാദറിനെ കൺട്രോൾ ചെയ്തതുപോലെ എന്റെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നു. ഫാദർ കൺട്രോൾ ചെയ്തതുപോലെ ഒന്നും ചിന്തിക്കൊന്നുമില്ല. ഇയാൾക്ക് പേടി എന്താ വെച്ചാൽ ഇയാൾ എന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്ക് ട്രോമ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ്. ഞാൻ പെടുമോ? ഞാൻ കുടുങ്ങി പോകുമോ? ഞാൻ വേദന അനുഭവിക്കേണ്ടി വരുമോ? ഞാൻ ഇനിയും പെയിനിലൂടെ കടന്നു പോകേണ്ടി വരുമോ എന്ന ഒരു പേടി. ആ പേടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റക്കായി പോകും. ക്ലിയർ ആണോ? ആ പേടി നമുക്ക് എന്ത് ചെയ്യണം? മറികടക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അത് ഹീൽ ചെയ്യണം. ആ പേടി നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പേടിയാണ്, ഇൻസെക്യൂരിറ്റിയാണ്, സേഫ്റ്റി ഫീൽ ചെയ്യാതിരിക്കലാണ്. ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാതിരിക്കാം. ഞാൻ സേഫ് ആണ്. പേടിയാണ്. പേടി കൊണ്ടാണ് ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുന്നത്. നിങ്ങൾ കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പേടിയാണ്. നിങ്ങൾക്ക് സ്നേഹം കിട്ടൂലേ? ഇവളെന്നെ ചതിക്കുകയാണോ? ഇവനെന്നെ ചതിക്കുകയാണോ? എന്നോട് സ്നേഹിക്കുന്നില്ലേ? എന്നെ മനസ്സിലാക്കുന്നില്ല? എന്നെ യൂസ് ചെയ്യുകയാണോ? അല്ലെ? എന്നെ പരിഹസിക്കുകയാണോ? എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്നെ ഒറ്റപ്പെടുത്തുകയാണോ? ഈ പേടി കൊണ്ട് ബന്ധങ്ങൾ ഉഷാറായി പോകില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നില്ലല്ലോ. ഇനി ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ എത്ര കിട്ടിയാലും മതിയാവില്ല. എത്ര കിട്ടിയാലും എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആവില്ല. എത്ര പെർഫെക്ഷനിസം സ്വഭാവം വരുന്ന ആൾക്കാരുണ്ട്.
എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിച്ചിട്ട് എന്ത് വെച്ചാൽ ഇവരിങ്ങനെ ചെറുപ്പത്തിൽ വല്ലാണ്ട് പെർഫെക്ഷനിസം, ഫാദർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ മദർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. എന്നിട്ട് അവർക്ക് പെർഫെക്ഷനിസം വല്ലാണ്ട് എല്ലാം നല്ല വൃത്തിക്ക് ചെയ്യണം നിർബന്ധിച്ച് ഇവർക്ക് എന്തായിരിക്കും, ഇവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. ഇവർക്ക് ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിക്കാൻ തുടങ്ങും. അവൾ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അത് ഇങ്ങനെ വെക്കണമായിരുന്നു, ഈ സാധനങ്ങൾ ഇങ്ങനെ വെക്കണ്ടേ, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ രൂപത്തിൽ ചെയ്യേണ്ടേ. അത് ചെറിയ മിസ്റ്റേക്സുകൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് സമാധാനം ഇല്ലാതെ നമ്മുടെ ഈ സ്വഭാവം കൊണ്ട് നമ്മൾ വാ തുറന്നു പോകും, സംസാരിച്ചുകൊണ്ടിരിക്കും, ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും, മറ്റുള്ളവർക്കും സമാധാനം. പെർഫെക്ഷനിസം സ്വഭാവം ഇത് നിങ്ങൾക്കുണ്ടാവാറുണ്ട്. സോ നിങ്ങളുടെ ലൈഫിലെ സ്ട്രഗിൾസിന്റെ കാരണം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല? ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ, അവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല? വിശ്വാസമാണ് സ്പീഡ്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ്. ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ്. എഴുതി വെച്ചോ, ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരണം, നല്ല സ്പീഡ് ഉണ്ടാവണം, നിങ്ങൾ വിശ്വസിക്കണം ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ടീമിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാൻ കഴിയും. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് വളരും, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബിസിനസ് വളരാൻ കഴിയില്ല, സ്റ്റക്കായി പോകും. യു വിൽ ബി സ്റ്റക്ക് ഹിയർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ബിസിനസ് നിങ്ങൾക്ക് വളരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ? ഇതിന്റെ കാരണം എന്താണ്? അത് സ്ട്രഗിൾസിന്റെ കാരണം എന്താണ് എന്നുള്ളത് ശരിക്കും ചിന്തിച്ചിട്ട് ഇതിന്റെ സ്ട്രഗിൾസിന് പരിഹാരം നമ്മൾ കാണണം. ആ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏക കാര്യം എന്താണ്? Oh my God, what is happening? Who is doing this? Please screen share നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. വാട്ട് ഇസ് ഹാപ്പനിങ്? ഐ ഡോണ്ട് നോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പം ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച വേദനകളാണ്. ഈ വേദനകളിൽ നമ്മൾ എന്ത് ചെയ്യണം? മോചിതരാവണം. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ അതിനുപയോഗിക്കുന്ന ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഹീലിംഗ് മെത്തേഡ്സ്. ഒരുപാട് ഹീലിംഗ് മെത്തേഡുകളുണ്ട്. ഇതിന് നമ്മൾ അഫർമേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ കാലമായിട്ട് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ്, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, ഇല്ലേ? ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ? ഇത് തീരാത്ത എത്രയോ ആൾക്കാരുണ്ട്, ശരിയല്ലേ? പ്രശ്നങ്ങൾ തീരുന്നില്ല. എത്രയോ മെഡിറ്റേഷൻ ചെയ്തു, എത്രയോ തെറാപ്പി ചെയ്തു, എത്രയോ കാര്യങ്ങൾ ചെയ്തു, തീരുന്നില്ല. ഹേമന്ത് പറയുന്നു, കറക്റ്റാണ്, ഞാൻ ഒരാളുടെ പരിധിയിൽ കൂടുതലും വിശ്വസിക്കാത്തതുകൊണ്ട് വളർച്ച ഉണ്ടാവില്ല. പേടി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഒക്കെ ദേഷ്യമുണ്ട്, ദേഷ്യമുള്ളത് പ്രശ്നമായിരിക്കും. ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആകുമോ എന്ന പേടി, അബ്രോഡിൽ പോയാൽ മരിച്ചാൽ എന്ത് ചെയ്യും എന്ന പേടി, ഇതൊക്കെ വല്ലാതെ അലട്ടുന്നു. ബിഗം റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പേടി ഉണ്ടെന്നുള്ള എനിക്കറിയാം, അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയാം, മരിച്ചാൽ മരിക്കും, ആക്സിഡന്റ് അത്രേ ഉള്ളൂ. പക്ഷേ ആ പേടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം, അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നു. ഇത് എവിടുന്ന് വരുന്നതാണ്? ഇതിനു മുൻപ് നിങ്ങൾ ചെറുപ്പത്തിലോ, നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോ, ഓർമ്മയില്ലാത്ത കാലത്തോ നിങ്ങൾക്ക് ഒരു ആക്സിഡന്റിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏതോ ഒരാൾ ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് മരണപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വന്ന പേടിയായിരിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഷെറിൻ പറയുന്നു, NPDസിന്റെ ഇടയിലുള്ള ജീവിതം. യെസ്, നിങ്ങൾ തന്നെ പറഞ്ഞു, യെസ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നുണ്ടായിട്ടുള്ളതാണ്. ആ ഇഷ്യൂ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഹീല് ചെയ്യണം. ഹീലിംഗ് ആണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു തെറാപ്പിയാണത്. ആ തെറാപ്പി നമ്മൾ എന്ത് ചെയ്യണം? തെറാപ്പിയിലൂടെ നമ്മൾ കടന്നുപോയിട്ട് നമ്മളുടെ ആ അനുഭവിച്ച പ്രശ്നം മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. അതേ മെമ്മറി ആ മെമ്മറി നമ്മൾ ഏത് പ്രശ്നമാണ് ഇപ്പോഴത്തെ എൻ്റെ പെരുമാറ്റത്തിന്, എൻ്റെ സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ഏത് പ്രോബ്ലമാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രോബ്ലത്തെ ചെറുപ്പത്തിലേക്കുള്ള അതുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ്, റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ആ മെമ്മറിയിലേക്ക് പോയിട്ട് അതെടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? തെറാപ്പി എന്ന് പറയുന്നത്, ഹീലിംഗ് എന്ന് പറയുന്നത്. എന്താ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? അവിടെ ചെന്നിട്ട് ആ മെമ്മറിയിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ മെമ്മറിയെ അവിടുന്ന് സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന, സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന മെമ്മറിയെ, ആ പെയിൻഫുൾ ആയിട്ടുള്ള വേദനാജനകമായ അവസ്ഥ നമ്മൾ വീണ്ടും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ EFT എന്ന് പറയുന്ന ഒരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ചില പ്രത്യേക പോയിന്റുകളിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വളരെ ഇൻഡെപ്തിൽ
നമ്മുടെ ശരീരത്തിൽ ഒരു റീപ്രോഗ്രാമിംഗ് നടത്തും. ആ റീപ്രോഗ്രാമിംഗ് ടാപ്പിംഗ് ചെയ്യുന്നത് ഒരു മർമ്മത്തിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഏകദേശം 10-20ഓളം മർമ്മ പോയിന്റുകളിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ചെയ്യുന്നു, ആ ഇഷ്യൂ എടുക്കുന്നു, ആ ഇഷ്യൂ എടുത്തിട്ട് അതേപോലെ അത് ഫീൽ ചെയ്തുകൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ശാരീരിക വേദനയൊക്കെ അനുഭവം. ചില ഇഷ്യൂസ് എടുക്കുമ്പോൾ നല്ല ബോഡി പെയിൻ വരും. ഇതേ ഇഷ്യൂ കാരണം തന്നെ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ പറയാത്തൊരു ബ്ലോക്കാണ് ഹെൽത്ത് ബ്ലോക്ക്. ഹെൽത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അസുഖങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ഒരു 30-35 വയസ്സ് വരെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ഏത് രീതിയിലുള്ള നെഗറ്റിവിറ്റിനെയും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഒരു 35-40 വയസ്സിന് ശേഷം അത് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങൾ, യൂറിക് ആസിഡ്, അത് ഇത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. രോഗങ്ങളിൽ നിന്നൊരു മോചനമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം ശരീരത്തിന് എല്ലാ അസുഖത്തിന്റെയും മൂല കാരണം സ്ട്രെസ് ആണെന്ന് പറയുന്നത്. ശരീരം സ്ട്രെസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടും. രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്നുകൊണ്ടിരിക്കും. ചില പ്രത്യേക രീതിയിലുള്ള ശരീരവേദനകൾ നിങ്ങൾക്കുണ്ടാവും. ഇതിന് കാരണം എന്താ? രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതിന് കാരണം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. സ്ട്രെസ് മൂലം ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മെറ്റാബോളിസത്തെ അത് സ്ലോ ഡൗൺ ചെയ്യും. മെറ്റാബോളിസം സ്ലോ ഡൗൺ ചെയ്യപ്പെടുമ്പോൾ അതാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എനർജി ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും, സംഗതികളും, കാര്യങ്ങളും, എല്ലാ പോഷകങ്ങളും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം അത് സ്ലോ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ പ്രവർത്തനം വേഗത കുറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ക്ഷമത കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രവർത്തനക്ഷമത ബാധിച്ചു കഴിഞ്ഞാൽ, വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും അസുഖങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താൻ തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. കാരണം നമ്മളുടെ ബോഡി എപ്പോഴും ട്രോമയിലാണ്. കാരണം സെല്ലുലാർ മെമ്മറിയിൽ അൺകോൺഷ്യസ് ലെവലിൽ നമ്മളുടെ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനകളോ കാര്യങ്ങളോ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹീൽ ചെയ്തിട്ടില്ല, പ്രോസസ് ചെയ്തിട്ടില്ല, അത് ക്ലീൻ ചെയ്തിട്ടില്ല, അത് എടുത്ത് ഒഴിവാക്കിയിട്ടില്ല. അത് ശരീരത്തിൽ അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് അവിടെ കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ പോലും വീണ്ടും ചെറിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ സംഗതികളോ കാര്യങ്ങളോ വരുമ്പോഴേക്കും ആ പഴയ മുറിവിലേക്ക് തന്നെയാണ് അത് വീണ്ടും ചെല്ലുന്നത്. ഉടനെ വീണ്ടും നമ്മൾ ട്രിഗർ ചെയ്യുന്നു. ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ലിമിറ്റഡ് ബിലീഫുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ബോഡി എപ്പോഴും എന്തിലാണ്, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ്, വല്ലാത്ത സ്ട്രെസ്സിലാണ് കടന്നു പോകുന്നത്. ഈ സ്ട്രെസ്സിലൂടെ ഒരു പരിധിക്കപ്പുറം കടന്നു പോകുമ്പോൾ എപ്പോഴൊക്കെ ബോഡി സ്ട്രെസ്സിലാണോ അപ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ വല്ലാണ്ട് ഉത്പാദിപ്പിക്കണം. കോർട്ടിസോൾ കൂടുതൽ അളവിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയും അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ, ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കോർട്ടിസോളിന്റെ ഉത്പാദനം കുറയും, നിങ്ങളുടെ ബോഡി കാമാവും, നെർവസ് സിസ്റ്റം കാമാകും, നിങ്ങൾക്ക് പ്രതിരോധ ശക്തി കൂടും, നല്ല രീതിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ പറ്റും. സോ ലെറ്റ്സ് ഡു ദാറ്റ്. അത് നമുക്ക് ചെയ്യാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി. ജസ്റ്റ് കമന്റ് ഡൗൺ ആർ എന്ന് കമന്റ് ചെയ്യാം. ആർ ഡി എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി എന്നുള്ളതിന് ആർ ഡി എന്ന് കമന്റ് ചെയ്യാം. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ജസീല റഫീഖ് ചോദിച്ചിട്ടുണ്ട്, സ്വന്തമായി ഡ്രൈവ് ചെയ്യുമ്പോൾ തിരിച്ചു വീട്ടിലെത്തുമോ എന്ന പേടി. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയ സമയത്ത് പേടിച്ചതായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കൊരു എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ട് പേടിച്ചിട്ടുണ്ടാവാം. പിന്നെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഷബീന, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സൗണ്ട് കുറവുണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സലീം പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സെപ്പറേറ്റഡ് ആണ്, അതുകൊണ്ട് ജീവിതത്തിൽ വേറെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വിഷമിക്കണ്ട. എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയി എന്നുള്ളതിന് കാരണം കണ്ടെത്തണം. നിങ്ങൾക്കൊരു ഇമോഷണൽ പാറ്റേൺ ഉണ്ട്. ആ ഇമോഷണൽ പാറ്റേൺ നിങ്ങളുടേത് കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് പേടിയില്ലാതെ, ഇൻസെക്യൂരിറ്റി ഇല്ലാതെ, സമാധാനത്തോടു കൂടി, നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റണം. ഇതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സംഗതികൾ ചെയ്യണം. ഓക്കെ, അടുത്തത് എന്താണ്? ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല. സക്സസ് ആകുമോ? ഒരു സ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതുവരെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ക്യാഷ് അങ്ങനെ, ലൈക്ക് ഓരോരോ നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോകുന്നു. ഹേമന്ത് പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ഹേമന്ത്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇഷ്യൂ എന്താണ്.
സങ്കടം വരുമ്പോൾ ദേഷ്യം വരും, ആദ്യം വരും. എന്തുകൊണ്ടാണിത്? സീന ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ്. നമുക്ക് ഇറിറ്റേഷനാണ് വരുന്നത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സങ്കടം വരുമ്പോൾ നമ്മൾ വീക്ക് ആവുന്നു, നമുക്ക് ഹെൽപ്ലെസ് ആവുന്നു. ഹെൽപ്ലെസ് ആകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ഫ്രസ്ട്രേഷൻ വരുന്നു. ആരും എന്നെ സഹായിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കി. ചെറുപ്പത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് സങ്കടം, കുറ്റപ്പെടുത്തലോ സംഗതികളോ ആരൊക്കെ വഴക്കുണ്ടായ സമയത്തോ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ നിരപരാധിയായിരിക്കാം, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. നിരപരാധിയായ നിങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? ഇൻജസ്റ്റിസ് നടന്നു എന്ന് ഫീൽ ചെയ്യും, അന്യായം നടന്നു എന്ന് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യും, ദേഷ്യം ഫീൽ ചെയ്യും. ഇതിപ്പോൾ ട്രിഗറായി വരുന്നുണ്ടാവും. ഇപ്പോഴേക്കും നിങ്ങൾക്ക് സങ്കട വിഷമം വരുമ്പോൾ അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആവും. വേറെ എന്താണ്? ഞാൻ വിജയിച്ച ഉപ്പ സന്തോഷിക്കും, അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഉപ്പ സന്തോഷിച്ചാൽ എന്താ പ്രശ്നം? റാഫി പറയുന്നു. റാഫിക്ക് എന്താ ഉപ്പായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. ഉപ്പ സന്തോഷിക്കും, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ ഒരു വാശിയാണ്. അങ്ങനെ സന്തോഷിക്കേണ്ട. അതിന്റെ കാരണം എന്താണ്? അല്ലേ? ചെറുപ്പത്തിൽ നമുക്ക് വാശി കയറിയിട്ടുണ്ടാവും. നമുക്ക് വാശിയുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു വാശി വരികയാണ്. ഞാൻ അങ്ങനെ അല്ലേ, കല്യാണം നടക്കുന്നില്ല, പ്രശ്നമുണ്ട്. കുറെ ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു ഭയമുണ്ട്, ഫവാസ് പറയുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ബ്ലോക്ക് വരുന്നത്? ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചു. കാരണം ചെറുപ്പത്തിൽ ആൾക്കാരുടെ മുൻപിൽ സംസാരിക്കാൻ ഭയം എന്തായിരിക്കാം? ഒരു എക്സാമ്പിൾ പറയാം. ഇതന്നെയാണെന്നില്ല. നിങ്ങൾ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഒരു 3 വയസ്സോ 4 വയസ്സുള്ള പ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരുണ്ട്. ആ സമയത്ത് വിരുന്നുകാർ വന്ന സമയത്ത് നിങ്ങൾ അവരെന്തോ ചോദിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്തു? വലിയ വായിൽ വർത്തമാനം പറഞ്ഞു. ആഹാ, അപ്പൊ എന്താ സംസാരിക്കുക? കുട്ടിയോട് എന്താ പറയാ? ഇങ്ങനെയാണ് സംസാരിക്കല്. ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ വലിയ വായിൽ വർത്താനം പറയാ എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി. നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാനുള്ള ധൈര്യം, ആത്മധൈര്യം അതോടുകൂടി പോയി. അത് നിങ്ങൾക്ക് ട്രോമയായിട്ട് മാറിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വിരുന്നുകാരൊക്കെ വന്നിരുന്ന സൽക്കാരത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഓടിച്ചാടി അവിടെ ഒച്ചയും പാളം ഉണ്ടാക്കി കളിച്ചു നടന്നു. അവരുടെ മുമ്പിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചു, നന്നായിട്ട് വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു. ഉടനെ നിങ്ങൾക്ക് ട്രോമയായി. കാരണം നിങ്ങൾക്ക് എന്താ ജീവിതം അറിയില്ല, നിഷ്കളങ്കമായ കുട്ടിയാണ്. നിങ്ങൾക്കത് വലിയ പെയിനായി. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആൾക്കാരുടെ മുൻപിലേക്ക് വരുമ്പോൾ എന്തോ പ്രശ്നമാണ്, നിങ്ങൾ പരിഹസിക്കപ്പെടുമോ എന്നുള്ള പേടി. അതായിരിക്കാം. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ആകെ ഹീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? റുബീന, ഇതൊക്കെ ഇതേപോലെ ട്രോമകളാണ്. എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, എൻ്റെ 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ജോലി നാളെ കൂടിയുള്ളൂ. ഉഷ ജോസഫ് പറയുന്നു. നെക്സ്റ്റ് ജോലി കിട്ടുമോ എന്ന പേടി, ഒരു ടെൻഷൻ. ഇതിനു മുൻപ് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് ഇതേപോലെ തന്നെയാണ് നഷ്ടപ്പെട്ടത്. ഇത് നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഹൗ ടു അവോയ്ഡ് ഇമോഷണൽ സ്റ്റക്ക് ഇൻ ബിറ്റ്വീൻ വർക്ക് ലൈഫ്. വർക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് റിഫാബി. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ വെച്ചാൽ, സ്ത്രീകൾക്കൊക്കെ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പുരുഷന്മാർക്കുണ്ട്. വർക്കിൽ വല്ലാണ്ട് അഡിക്റ്റ് ആകുമ്പോൾ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. വർക്കിലേക്ക് വല്ലാണ്ട് പോകുമ്പോൾ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. ഇതിലേക്ക് വല്ലാണ്ട് വേറെ ചിലപ്പോൾ അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ വർക്ക് ലൈഫ് എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസിൽ നിന്ന് ഒളിച്ചോട്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ട്? ആ ഒളിച്ചോട്ടമാണ് അത് എങ്കിൽ അതിലുള്ള സ്ട്രെസ്സിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് വർക്ക്. അപ്പൊ അതുകൊണ്ടാണ് വർക്കാഹോളിക്കായി പോകുന്ന ആൾക്കാർ. അത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും 2 സൈഡ് ഉണ്ട്. ഫെമിനിൻ സൈഡ്, മാസ്കുലിൻ സൈഡ്. ഈ ഫെമിനിൻ സൈഡിനെ മാസ്കുലിൻ സൈഡ് നമ്മുടെ എനർജിയാണ്. ഇത് രണ്ടിനെ ബാലൻസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അവിടെയാണ് വർക്ക് ലൈഫ് നമുക്ക് നഷ്ടപ്പെടുന്നത്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിൻ സൈഡ്, മാസ്കുലിൻ സൈഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു പ്രൊവൈഡറുടെ ഫീലിംഗ് ആണ്. നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യുക, ഹണ്ട് ചെയ്യുക, ജോലി ചെയ്യുക എന്നുള്ള ഫീലിംഗിലേക്ക് നമുക്ക് എന്ത് ചോദിച്ചാൽ വരും. കുറച്ചുകൂടെ പവർ, നമ്മൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ലീഡർഷിപ്പ് സംഗതികൾ, കാര്യങ്ങളൊക്കെ മാസ്കുലിൻ സൈഡിന്റെ പ്രത്യേകതയാണ്, മാസ്കുലിൻ എനർജിന്റെ പ്രത്യേകതയാണ്. ഫെമിനിൻ സൈഡ് എന്ന് പറയുന്നത് കെയർ ചെയ്യപ്പെടുക, സ്നേഹിക്കപ്പെടുക, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുക, കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള സൈഡാണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും, ഒളിച്ചോട്ടം ഉണ്ടാവും, അവോയ്ഡൻസ് ബിഹേവിയർ വരും. വർക്കാഹോളിക്കാവുന്ന ആൾക്കാർക്ക് അവോയ്ഡൻസ് ബിഹേവിയർ ഡെവലപ്പ് ആകും. അവർക്ക് ഏറ്റവും സേഫ്റ്റി ഫീൽ ചെയ്യുക അതാണ്. അവർക്ക് അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവർക്ക് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ എന്താ വെച്ചാൽ അതായിട്ട് മുന്നോട്ട് പോകാൻ, കോപ്പ് ചെയ്ത് പോകാൻ കഴിയില്ല. ഇത് ബാലൻസ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു സംഗതിക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഒരാളൊരു ചോദ്യം ചോദിച്ചത് ഈ പറഞ്ഞിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഈസ് കംഫർട്ടബിൾ ഫോർ ദം. വർക്കല്ല കംഫർട്ടബിൾ. നമ്മൾ ഏത് ടൈപ്പ് വർക്ക് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കംഫർട്ടബിൾ ആകുക, നമ്മളിൽ ആദ്യം കംഫർട്ടബിൾ ആകും. ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻ എന്താ വെച്ചാൽ ഒരൊറ്റ സൊല്യൂഷനാണ്. നിങ്ങളിൽ ഒരു എനർജി മെഡിസിൻ കൊണ്ടുവരണം. ഈ എനർജി മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്? ഹീലിംഗ് ആണ്.
അപ്പോൾ ആ ഹീലിങ്ങിന് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ടൂള്, ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൂളാണെന്ത്? EFT എന്ന് പറയുന്ന ടൂള്. EFT എന്ന് പറയുന്ന ടൂള് നിങ്ങൾ ഒരു മാസത്തോളം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, 30 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തെറാപ്പികൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പേസ് അക്കാഡമി നമ്മൾ ഒരുക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. നാളെ 30-ാം തീയതി അതിൻ്റെ അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. ഒരുപാട് ബാച്ചുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. 10 ഡേയ്സ് ഇതിൻ്റെ ഒരു ലൈവ് കോച്ചിങ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഹീലറെ, ഒരു ഹീൽ ചെയ്യാൻ വേണ്ടി ഒരു ഹീലറെ നിങ്ങൾക്ക് നൽകും. ആ ഹീലറുടെ കൂടെ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഹീലിംഗും നടത്തുന്നു. നമ്മളുടെ ഹീലിംഗ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹീലിംഗ് ഓരോ ആഴ്ചയിലും ഗ്രൂപ്പ് ഹീലിംഗും നടത്തിയിട്ട് നിങ്ങളുടെ 3000-ഓളം ട്രോമകളാണ് നമ്മളുടെ ബ്ലോക്കുകൾക്ക് കാരണം. ഒരു മനുഷ്യൻ 3000-ഓളം ട്രോമകളിലൂടെ കടന്നു പോകുന്നുണ്ട് 15 വയസ്സിനിടയിൽ, 15-20 വയസ്സിനിടയിൽ. ഈ ട്രോമകൾ ഓരോന്നും ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ നിന്നുണ്ടാവും. നമുക്കൊരു സെൽഫ് ഇമേജ് ഉണ്ടാവും, നമുക്കൊരു ഇമോഷണൽ പാറ്റേൺ ഉണ്ടാവും. ഈ ഇമോഷണൽ പാറ്റേൺസ് അതേപോലെ തന്നെ സെല്ലുലാർ മെമ്മറിയിൽ കിടക്കുന്ന നമ്മളുടെ ചില ഓർമ്മകൾ, ഇങ്ങനെ ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന, പ്രോസസ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഇമോഷൻസ്, സപ്രസ്ഡ് ആയി കിടക്കുന്ന ഇമോഷൻസ്, ഇതൊന്നും ക്ലിയർ ചെയ്യാതെ ഉള്ളിൽ കിടക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. അത് ഇമോഷണൽ ബ്ലോക്കായിട്ട്, വെറുപ്പായിട്ട്, വിദ്വേഷമായിട്ട്, പകയായിട്ട്, വേദനയായിട്ട്, സങ്കടമായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, ഇതെല്ലാം അവിടെ കിടക്കുക. അപ്പോൾ നമുക്കിതെന്താ വെച്ചാൽ ഇതൊരു ബ്ലോക്കായിട്ട്, ഇമോഷണൽ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ബാലൻസ് തെറ്റുകയാണ്. നമുക്കിതൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മളെ പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റണം. നമുക്കിതിന് പറ്റുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തെറാപ്പി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. EFT എന്ന് പറയുന്നത് എന്താണ്? ഗാരി ക്രൈഗ് എന്ന് പറയുന്ന കണ്ടെത്തിയിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കുന്ന മെത്തേഡാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുൻപ് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച ഒരാളാണ്, അത് ചെയ്ത ഒരാളാണ്, ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിലെ റിസൾട്ട് വളരെ സ്ലോ ആണ്. ഒരുപാട് അഫർമേഷൻസ് പറഞ്ഞതുകൊണ്ടോ തെറാപ്പി ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ ചെയ്തതുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് മാറൂല. ഇത് ഹീലിംഗ് ചെയ്താൽ മാത്രമേ മാറുള്ളൂ. റൂട്ട് കോസിൽ പോയിട്ട് പ്രോബ്ലം എടുത്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ പ്രോബ്ലം എടുത്തിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്ത് കളയണം. അത് ഹീൽ ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ആ റൂട്ട് കോസ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്ലിയർ ആയി. അതാണ് നിങ്ങളിൽ വർക്ക് ചെയ്യുക, നിങ്ങളുടെ സോളിൽ വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ ഒരു അമേസിങ് ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെ നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ 30 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു ജീവിതം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഹീൽ ചെയ്തിട്ടുള്ള, നിങ്ങളുടെ പെയിൻ എല്ലാം മാറിയിട്ടുള്ള, അസുഖങ്ങളെല്ലാം മാറുന്ന. ഇതിൽ ഏറ്റവും വലിയ രസം EFTയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്. ഈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്ക് 20 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിട്ട് 20 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിനാണ്. ഞാൻ എന്ത് ചെയ്തു? 40 മിനിറ്റ് ഇരുന്നിട്ട് എന്താ വെച്ചാൽ തെറാപ്പി ചെയ്തു. EFT ടാപ്പിംഗ്. ജസ്റ്റ് അതിങ്ങനെ ഒരു സാധനമാണ്, നമ്മുടെ മർമ്മങ്ങളിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ജസ്റ്റ് മെറിഡിയൻ പോയിന്റ്സ് എന്ന് പറയും. ശരീരത്തിൽ കുറേ മെറിഡിയൻ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സുകളിലൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ കൊടുക്കേണ്ട കമാൻഡ് കൊടുത്ത് കറക്റ്റ് ബ്ലോക്കിനുള്ള, അന്ന് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ഉള്ളിൽ നമ്മളുടെ എല്ലാവരുടെയും ട്രോമ സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു സെല്ലുലാർ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. നമ്മളോട് പറയുന്ന ചില നെഗറ്റീവ് ആയിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫുകൾക്ക് കാരണമായിട്ടുള്ള, ആ ബ്ലോക്കിന് കാരണമായിട്ടുള്ള ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. ആ കറക്റ്റ് ഡയലോഗ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ ടാപ്പ് ചെയ്തപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ ഫാദറിനുണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഫാദർ ഒമി എന്ന് പറയുന്ന ഗുളിക കഴിക്കും. ഞാൻ വിചാരിച്ചു അതെന്താണ് പാരമ്പര്യമായിട്ട് എനിക്കും അതേ പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്, അതുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കിത് മാറില്ല. ഞാൻ ഫാദറിന്റെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുമ്പോൾ ഫാദറിന്റെ ഗുളിക എടുത്ത് ഞാൻ കഴിക്കും. അതേ ഗുളിക ഞാൻ എന്ത് ചെയ്യും? ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കും, ക്ലിനിക്കിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? കഴിക്കും, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട്. ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രോഗ്രാമിന് മുമ്പോഴൊക്കെ അത് വരും. അതായത് നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് വരും? ഗ്യാസ് വരും. ഇതായിരുന്നു എൻ്റെ ഉള്ളിലുള്ള ഡയലോഗ്. നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഗ്യാസ് വരും, പെയിൻ വരും. അതിൻ്റെ പെയിൻ വന്ന് സഹിക്കാൻ പറ്റും. പിന്നെ ഭക്ഷണം കഴിച്ചാലേ സമാധാനം വരും. ഈ ഒരു പ്രോബ്ലം 40 മിനിറ്റ് ഇരുന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം പിന്നീട് എനിക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിന് 2 കാര്യം ഞാൻ ചെയ്തത്. ഒന്ന്, എൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിച്ച് വെച്ച വിശ്വാസം എന്താണെന്നുള്ളത്, ആ ഡയലോഗ് എന്താണെന്ന് നോക്കി. എന്താണ് ഡയലോഗ്? നേരത്തിന് ഭക്ഷണം കഴിച്ചില്ല. ഈ നേരത്തിന് ഭക്ഷണം കഴിച്ചില്ല ഈ അസുഖം വരുന്നത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഞാൻ ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാൻ മടിയനായിരുന്നു. അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് അന്ന് അവർ പറയുമായിരുന്നു, നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അസുഖം വരും കേട്ടോ. ചെറുപ്പത്തിൽ കേട്ടതാണ്. ആ സാധനം വിശ്വസിച്ചതാണ് ഒരു കാര്യം. അപ്പൊ എനിക്ക് ഒരു ഡയലോഗ് കിട്ടി. എൻ്റെ അസുഖത്തിന്റെ കാരണത്തിലുള്ള സെല്ലുലാർ മെമ്മറിയിൽ കിടക്കുന്ന എൻ്റെ വിശ്വാസം എന്താണ്, ബിലീഫ് എന്താണ്. രണ്ടാമത്തെ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേക രീതിയിലേക്ക് വായിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു. അപ്പൊ എന്റെ സിബ്ലിങ്സ് എന്നെ കളിയാക്കുമായിരുന്നു, നീ എന്താ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, ഇല്ല വായിലേക്ക് എന്തിനില്ല വിരൽ മുഴുവൻ കൊണ്ടുപോകുന്നത്, അത് ഭയങ്കര വൃത്തികേടാണ്, മോശമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറയും. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഇവരുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കോൺഫിഡൻസ് പോയി. എനിക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലാവുണ്ടോ? എന്റെ മൈൻഡ് എന്താണ്, എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരൂല എന്നാണ്. എനിക്ക് ഇഷ്ടമില്ല അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇത് എനിക്ക് ട്രോമയായി മാറിയിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ പിന്നെ എന്താ വെച്ചാലും നേരത്തിന് ഭക്ഷണം കഴിക്കില്ല, നേരം തെറ്റിയിട്ടേ കഴിക്കുള്ളൂ. കാരണം ആരും കഴിക്കാത്ത നേരത്ത് പോയി കഴിക്കും, അപ്പൊ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ പരിഹരിച്ച് അപ്പൊ കുറച്ചുകൂടി എനിക്ക് സേഫ്റ്റി അതാണെന്ന്. അപ്പൊ അങ്ങനെ ആ സമയം തെറ്റൽ വന്നു. അതിലേക്ക് അവർ ഈ ഡയലോഗും കൂടെ അടിക്കാൻ തുടങ്ങി. വാട്ട് ഹാപ്പൻസ്, ഇതെനിക്ക് വലിയ പെയിനായി മാറി. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലെന്ന്, ഭക്ഷണം കഴിച്ചപ്പോൾ നിങ്ങൾക്കൊരു വേദന വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് ഗ്യാസ് ആയിരിക്കും, അത് എരിവുള്ള കഴിച്ചിട്ടാ, അത് പൊരിച്ചത് കഴിച്ചിട്ടാ, അത് പരിപ്പ് കറി കഴിച്ചിട്ടാ, അത് കപ്പ കഴിച്ചിട്ടാ, അല്ലെ? ഇവിടെ അടുത്ത് പോലും എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ കപ്പ കഴിക്കാൻ പാടില്ല, ഗ്യാസ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിക്കണം, അത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്, പെയിൻ വരാൻ സാധ്യത. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ, അതല്ലാത്തതൊക്കെ ഒന്ന് കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്താണ്, കാരണം ഇത് ഞാൻ പറയുന്നത് ഡോക്ടേഴ്സ് പറയുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല, എന്തും കഴിക്കുക, കപ്പയും കഴിക്കുക. ഇതിനു മുൻപ് ഇതേപോലെ പ്രശ്നമായിരുന്നു. എന്റെ സിസ്റ്റർ എപ്പോഴും എന്നോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിനക്ക് വല്ലാണ്ട് അച്ചാർ വല്ലാണ്ട് ഇഷ്ടമാണ്, നീ അച്ചാർ കഴിച്ചിട്ടാണ് ഈ ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പൊ അച്ചാർ എപ്പോൾ തോണ്ടി കഴിച്ചോ അപ്പൊ പിറ്റ് ഗ്യാസ് വന്നു, വേറെ എന്തെങ്കിലും കഴിച്ചോ അപ്പൊ ഗ്യാസ് വരും. ഇപ്പൊ എന്താ സംഭവിക്കുക, ഈ ഗ്യാസ് വരിക മാത്രമല്ല, പെയിന് വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ വയറ് വല്ലാണ്ട് ഗ്യാസ് വന്നിട്ട് പെയിന് വരും. അതാണ് പ്രശ്നം. പെയിന് വന്നിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു ഇത് കഴിച്ചാലേ നമുക്ക് മാറുള്ളൂ, മെഡിസിൻ കഴിച്ചാലേ മാറുള്ളൂ. കാരണം മെഡിസിൻ കഴിക്കുമ്പോൾ വിശ്വസിക്കുന്നത് എന്താ, ഇത് കഴിച്ചാൽ മാറും, അപ്പൊ അതും മാറും. ഉടനെ ഇത് തെറാപ്പി ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചാൽ കംപ്ലീറ്റ്ലി അസുഖം പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതുപോലൊരു സാധനമായിരുന്നു വെച്ചാൽ വായിൽ പുണ്ണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വായിൽ പുണ്ണ് വരും, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നിൽക്കും, ഇത് മാറൂല, വല്ലാണ്ട് ബുദ്ധിമുട്ടും, ഞാൻ ഒന്നും കഴിക്കാൻ കഴിയില്ല. ഇതേ അനുഭവം ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ ഐ എന്ന് കമന്റ് ചെയ്യാം. ഗ്യാസിന്റെ പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഐ എന്ന് കമന്റ് ചെയ്തേ, ഇതേപോലെ പ്രശ്നമുള്ളത്. വല്ലാണ്ട് അസിഡിറ്റിയുടെ പ്രശ്നം അല്ല, അസിഡിറ്റിയുടെ പ്രശ്നം നമ്മളെ മാനം കെടുത്തി കളയും അല്ലേ, ചില നേരത്ത് പെയിൻ വന്നിട്ട് അല്ലെ. അസിഡിറ്റിയുടെ പ്രശ്നം നമ്മൾ വല്ലാണ്ട് മാനം കെടുത്തി കളയും, ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും അല്ലേ, ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പെയിൻ ഉള്ളവരുണ്ട്, വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞാൽ മാറുന്നില്ല, ഈ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വെച്ചാൽ നമ്മളുടെ സ്ട്രെസ്സാണ് നമ്മുടെ അസുഖം. സ്ട്രെസ്സാണ് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്. ആ സ്ട്രെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റും. ഒരു ഹീലിംഗ് ജേർണിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് എന്താ വെച്ചാൽ 10 ദിവസത്തെ കോച്ചിങ്ങും ഈ പറഞ്ഞിരിക്കുന്ന 30 ദിവസത്തെ ഹീലിംഗ് സെഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതിനുള്ള വലിയൊരു അവസരമാണ് നാളെ നടക്കാൻ പോകുന്ന വൈകുന്നേരം എല്ലാ ദിവസവും 7:30 മുതൽ 9:30 വരെ അടിപൊളി ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഓരോ അസുഖങ്ങളും മാറ്റാനും നിങ്ങളുടെ ഓരോ ബ്ലോക്കുകളും കണ്ടെത്തി കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞത് പൊട്ടിക്കാൻ, അത് കറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊക്കെ മോചിതനായിട്ട് എല്ലാ ബ്ലോക്കുകളും മോചിതനായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന, നിങ്ങളുടെ ആ ഗോളിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ എത്ര ആൾക്കാർക്ക് വലിയ ആഗ്രഹങ്ങൾ, ലൈഫ് ഒന്ന് മാറണം, ഒന്ന് രക്ഷപ്പെടണം, ഒരു സമാധാനമുള്ള ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്നവരത്തവരോട് ഒന്ന് കമന്റ് ചെയ്ത് മീ എന്ന് കമന്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്തും പഠിക്കാൻ തയ്യാറാണ്, എന്തും പ്ലാൻ ചെയ്യാൻ തയ്യാറാണ്, എന്തൊരു അതിനു വേണ്ടിയിട്ട് എത്ര പണം മുടക്കാൻ ഞാൻ തയ്യാറാണ്, അതിനു വേണ്ടിയിട്ട് എത്ര സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്, എത്ര പ്രാക്ടീസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഒരുപാട് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല അല്ലേ. മെഡിറ്റേഷൻ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നല്ലത് തന്നെയാണ്, വേണം. പക്ഷെ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അത് മുകളിലൂടെയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ നമുക്ക് വേരോടെ പിഴുതെറിയണം നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മൾ അനുഭവിച്ചു, എന്തെല്ലാം പാസ്റ്റിനെ ക്ലിയർ ചെയ്യണം, ഹീൽ ചെയ്യണം. എൻ്റെ അടുത്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യണം, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഹീലിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളുമാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് മനസ്സിലാക്കുക. എനിക്കല്ല പ്രോബ്ലം, ഞാൻ അനുഭവിച്ച
അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ട്രോമകളാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം അതാണ്. ഈ അക്സെപ്റ്റൻസിലേക്ക് വരിക. ഡു യു അക്സെപ്റ്റ് ഇറ്റ്? ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക AC എന്ന് കമന്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് AC എന്ന് കമന്റ് ചെയ്യുക. ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ്, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ ട്രോമകളാണ് എൻ്റെ പ്രശ്നം, മറ്റുള്ള വ്യക്തികളല്ല, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമല്ല, എൻ്റെ ലൈഫ് പാർട്ണർ അല്ല, എൻ്റെ ഫാമിലി അല്ല, എൻ്റെ ജീവിത പങ്കാളിയല്ല, ഞാനാണ്. ആ ജീവിത പങ്കാളി അങ്ങനെ പെരുമാറുന്നതിന് കാരണം അയാൾ അനുഭവിച്ച ട്രോമകളാണ്. സോ ട്രോമ ഞാനാണ് പ്രശ്നം എന്നല്ല, ഞാൻ അനുഭവിച്ച വേദനകളാണ് എനിക്ക് പ്രശ്നം, എൻ്റെ ഇമോഷണൽ പാറ്റേൺസ് ആണ് എനിക്ക് പ്രശ്നം. കമന്റ് അത് അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്തത് എന്താണ്? ഇത് ആർക്കാണ് സോൾവ് ചെയ്യാൻ കഴിയുക? വേറൊരാൾക്കല്ല, എനിക്ക് മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യാം. ഐ അക്സെപ്റ്റ്, ഐ എന്ന് കമന്റ് ചെയ്യാം. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇന്ന് തീരുമാനം. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും. ഓക്കെ, ഞാൻ പരിഹരിക്കും. രണ്ടാമത്തത് എന്താണ്? ഐ നീഡ്, മൂന്നാമത്തെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, ഐ നീഡ് എ കോച്ചിങ് സപ്പോർട്ട്, എ ഹീലിംഗ് സപ്പോർട്ട്. ഒരു ഹീലിംഗ് സപ്പോർട്ട് എനിക്ക് വേണം എന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കും. ഈ 3 സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ഹീലിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ഇമോഷനാണ് കളിക്കുന്നത്. നമുക്ക് ഒരാളുടെ സപ്പോർട്ട് അവിടെ വേണം, ഒരാളുടെ ഒരു ഹോൾഡിങ് ഹാൻഡ്സ്, നമ്മളെ കൈ പിടിച്ച് നടത്തണം. ഈ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ രക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെട്ടത്? അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടോ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹെൽപ്പ് ഈസ് നീഡഡ്. ഹെൽപ്പ് എന്നുള്ളതിന് എന്താ വേണ്ടത്? H എന്ന് കമന്റ് ചെയ്യുക. ഐ അഗ്രി. നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്, അത് അംഗീകരിക്കണം. നമുക്ക് ഹെൽപ്പ് വേണം, ഒരു കോച്ച് വേണം, നമ്മളെ ഹീൽ ചെയ്ത് തരാൻ. ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് തീരുന്നില്ല, ഫൊർഗീവ്നെസ് കൊടുത്തിട്ട് തീരുന്നില്ല, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തീരുന്നില്ല. നമ്മൾക്കൊരാൾ വേണം, നമ്മൾ അതിന് നിന്ന് കൊടുക്കാൻ തയ്യാറ്. ആ ആള് വന്നു കഴിഞ്ഞാൽ അതാണ് അടുത്ത പോയിന്റ്. ഐ ആം റെഡി ടു സബ്മിറ്റ്. എന്നെ ഈ ഹീലിംഗ് ജേണിയിലേക്ക് ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണെങ്കിൽ അയാളെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ എന്നെ സബ്മിറ്റ് ചെയ്യുന്നു. അതാണ് സബ്മിഷൻ. TS എന്ന് കമന്റ് ചെയ്യുക. ട്രസ്റ്റ് ആൻഡ് സബ്മിഷൻ. നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ ഹീൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നമ്മുടെ ടീം റെഡിയാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ TS എന്ന് കമന്റ് ചെയ്യും. ഇത്രയും മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഹീലിംഗിലേക്ക് ട്രസ്റ്റ് ചെയ്യണം. TS കമന്റ് ചെയ്യും, അതിലേക്ക് സമർപ്പിക്കുക, സബ്മിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ 5 സ്റ്റെപ്സ് ആത്യന്തികമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സാണ്. ഫസ്റ്റ് എന്താണ്? എൻ്റെ ട്രോമയാണ് എനിക്ക് പ്രശ്നത്തിന് കാരണം. അടുത്തത് എന്താണ്? എനിക്ക് മാത്രമേ ഞാൻ തീരുമാനിച്ചാൽ മാത്രമേ എന്നെ ഹീൽ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ തന്നെ തീരുമാനിക്കണം എനിക്ക് ഹീലിംഗിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. ഞാനിത് ഹീൽ ചെയ്യണം എന്ന് തീരുമാനിക്കും. ഹീലിംഗ് മാത്രമേ ഇതിന് വഴിയുള്ളൂ എന്ന് തീരുമാനിക്കണം. മനസ്സിലാവുണ്ടോ? അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പറയൂ. ഹീലിംഗ് ആണ് ഇതിനുള്ള വഴി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ള റിയാലിറ്റി. നാലാമത്തെ എന്താണ്? ഹെൽപ്പുമായിട്ട് ഒരാൾ വന്നാൽ അയാളെ ഞാൻ സ്വീകരിക്കാൻ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഹീലിംഗ് ട്രസ്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് എ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെയാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
കാരണം നമുക്കൊരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റിയാണ്. നമ്മൾ എത്ര ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും, അല്ലേ? പലരുടെയും പ്രശ്നം അതല്ലേ. പല കോഴ്സും ചെയ്തിട്ടുണ്ട്, തുടർച്ചയായിട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ കൈപ്പിടിച്ച്, മനസ്സിലാവുന്നുണ്ട്, കൈപ്പിടിച്ച് നമ്മൾ കൊണ്ടുപോകാൻ ഒരാൾ വേണം. അപ്പൊ അതിലേക്ക് ട്രസ്റ്റ് ചെയ്യണം. അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാസത്തെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ഒരാളെ പേഴ്സണൽ കോച്ചിനെ വെച്ച് തന്നിട്ട് അയാൾ നിങ്ങളെ ഹീൽ ചെയ്യലാണ് അയാളുടെ പദ്ധതി. ഇതിന് പുറമെ ഞാൻ നിങ്ങളെ നേരിട്ട് ആഴ്ചയിൽ 3 ദിവസം ഹീൽ ചെയ്തുകൊണ്ടിരിക്കും, മോർണിംഗിൽ. ഇതിന് പുറമെ നിങ്ങൾക്ക് 10 ദിവസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഉണ്ട്. എന്താണ് ഹീലിംഗ്, എന്താണ് EFT, എങ്ങനെ EFT നമുക്ക് അപ്ലൈ ചെയ്യാം, അതിന്റെ സ്റ്റെപ്സ് എന്താണ്, അതിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ബ്ലോക്കുകളെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് സംഭവിക്കുന്ന ട്രോമ സംഭവിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത്, അതിന്റെ റൂട്ട് കോസ് എന്താണ്, പ്രധാനപ്പെട്ട അസുഖങ്ങളുടെ കാരണങ്ങൾ എന്താണ്, അതേപോലെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണ്, റൂട്ട് കോസുകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, അതിനെടുക്കേണ്ട സ്റ്റെപ്സുകൾ എന്താണ്, അതിനുള്ള മെഡിസിൻ എന്താണ്, എന്താണ് ഇനിയുള്ള എനർജി മെഡിസിൻ, ഹീൽ ചെയ്യപ്പെടാനും നമ്മൾ ഉപയോഗിക്കേണ്ട ചില സംഗതികൾ, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്നിട്ടെങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഹീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഗോളുകൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യും, ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം. ആദ്യം നമ്മളെ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് മുൻപ്, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട ആഗ്രഹങ്ങൾ കൊടുക്കുന്നതിന് മുൻപ്, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന, നമ്മുടെ പ്രശ്നം നമ്മൾ തളർന്നു പോകുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ ആത്മാർത്ഥതയുണ്ട്, ഇല്ലേ? ആത്മാർത്ഥതയുണ്ട്, എസോർണോ? ആത്മാർത്ഥതയുണ്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ രക്ഷപ്പെട്ടു. ഈ ഒരു ടൂള് നിങ്ങൾ EFT എന്ന് പറയുന്ന ടൂള് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക, റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓൾറെഡി EFT ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അതിലൂടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാം. അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ നമുക്കൊന്ന് കേൾക്കാം. റെഡിയാണോ? നമ്മുടെ റിസൾട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ EFTയിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, EFTയിൽ വന്നിട്ട് റിസൾട്ട് ലഭിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. മൊയ്തീനൊക്കെ പറഞ്ഞോളൂ, EFT എങ്ങനെയുണ്ട് പ്രോഗ്രാം, EFT പ്രോഗ്രാം? ഗുഡ് ഈവനിങ്. എന്റെ പേര് മൊയ്തീൻ. ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ് വീട്. ഞാൻ ഇപ്പോ ജിദ്ദയിലാണ്, ജിദ്ദയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഷാഫി സാറിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്, എല്ലാം അറേഞ്ച്മെന്റും. അപ്പോൾ കാര്യങ്ങൾ കുറെ ഡിറ്റീരിയറേറ്റ് ചെയ്ത് പോവുക, ഓവർ തിങ്കിങ്, ലേസിനെസ്, ഈ ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ലേസി ആകുക, ടയേർഡ് ആകുക, പിന്നെ പ്രോകാസ്റ്റിനേഷൻ, ഇങ്ങനെയെല്ലാം കൂടി വന്ന് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും എൻ്റെ ഏജും, ഐ എം അബൌട്ട് 65. അപ്പം അത് രണ്ടും കൂടി എല്ലാം കൂടി കോംപ്ലിക്കേഷൻ പോവുകയാണെന്ന് എനിക്ക് സ്വന്തം തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 10 ദിവസത്തെ EFT ഞാൻ നേരത്തെ പലരും കേട്ടിട്ടുണ്ട്. പിന്നെ അത് കണ്ടിന്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് പേഴ്സണൽ കോച്ചും പിന്നെ സാറിന്റെ ആ ഒരു കമ്മിറ്റഡ് ഇതായിട്ടുള്ള ആ 10 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ഊഹിക്കാൻ കഴിയില്ല. ഈ ഇതിന് എന്താണ് ആ കിട്ടിയെന്നുള്ളത്. പക്ഷെ അത് മുഴുവപ്പല്ല, ഇപ്പൊ അത് പോയി, അതിന് ബ്രഷപ്പ് ചെയ്തെടുക്കണം. എന്നിരുന്നാലും അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് അനുഭവിച്ചു, നമ്മളെ റിസൾട്ട് നമുക്ക് കിട്ടി. ഇതിന്റെ പ്രോകാസ്റ്റിനേഷൻ പോയി, ലേസിനെസ് പോയി, ടയേർഡ്നെസ് പോയി. ഇപ്പൊ ആൾറെഡി ഇപ്പൊ നിങ്ങൾക്കറിയാലോ, രാവിലെ മുതൽക്ക് 7:30 8 മുതൽക്ക് തുടങ്ങിയതാണ് നമ്മൾ ഓരോ വർക്കുകളും കാര്യങ്ങളും. ഐ സ്റ്റിൽ കണ്ടിന്യൂയിങ് മൈ ലൈഫ്. ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് ഇത് നേരത്തെ ഞാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ ഇടക്കാലത്ത് ഞാൻ ഡൗൺ ആയി പോകുന്നിടത്തുനിന്ന് ഞാൻ പിടിച്ചെടുത്തതാണിത്. അതിന് സാറിനോട് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. ഞാനിതൊരു ഒരു അഡ്വർടൈസ്മെന്റ് രൂപത്തില്ല, നിങ്ങൾക്കും ഈ വന്ന ആൾക്കാർക്കും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറയാണ്. ഞാൻ വേറൊരു രൂപത്തിലുള്ള സംസാരമല്ല എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. താങ്ക് യു ഫോർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് നമ്മുടെ ഈ കോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട്. അവർക്ക് സംശയം ഉണ്ടാവും. ഇതിന്റെ കോഴ്സ് ഫീ 10,000 രൂപയാണ്. ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് 10,000 രൂപ. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്, 2,000 rupees. നെക്സ്റ്റ് ബാച്ചിലേക്ക് നമ്മൾ ഇതിന്റെ പ്രൈസ് 11,000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട് ഓൾറെഡി.
അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ ബാച്ചിൽ തന്നെ വരിക. ഈ ഒരു ഓഫർ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിന് 10,000 രൂപ മുടക്കുന്നത് നഷ്ടമാകുമോ മൊയ്തീൻക്ക്? എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇത് എന്താണോ നമ്മൾക്ക് കിട്ടിയത് എന്നുള്ളത് അനുഭവിക്കുമ്പോൾ ഇത് നമ്മള് ഡോക്ടറെ അടുത്ത് പോയി, എത്ര നമ്മള് പിന്നെ മറ്റുള്ള അതായത് നമ്മള് ഈ ലേസിനെസ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള ഹാബിറ്റുകൾ, പഴയ ഇതുള്ള ഹാബിറ്റുകൾ, ആ രൂപത്തിൽ പൈസ ചെലവാകും. ഇങ്ങനെ എല്ലാം കൊണ്ടും നഷ്ടം സംഭവിക്കുന്നതിൽ ഇപ്പൊ ഒരു പഴയ മാതിരി ഒരു കമ്മിറ്റഡ്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അവിടെ ഞാൻ എത്തി എന്നുള്ള ഒരു സമാധാനം, അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്രയാണ് അതിന്റെ വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഹെൽത്ത്, നമ്മളെ വെൽത്ത്, നമ്മുടെ മനസ്സുഖം, ഈ ഒരു പ്രത്യേക ഇതിൽ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടും, അങ്ങേയറ്റത്തെ ഓവർ തിങ്കിങ് ആയിരുന്നു. മനസ്സമാധാനം ഇല്ലാത്ത, വെറുതെ ആങ്സൈറ്റി, അത് നത്തിങ് ഈസ് ദെയർ, അത് അവിടെ ഒന്നുമില്ല. പക്ഷേ നമ്മളെ ആങ്സൈറ്റി, നമ്മളെ ഹെൽത്ത്, ഈ പറഞ്ഞ മാതിരി മറ്റേ എന്താ പേര് മറന്നു, അത് കൂട്ടുക, എന്നിട്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി, കോർട്ടിസോള് കൂട്ടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടയേർഡ്, ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ ടയേർഡ് ആണ് അതിന്റെ ഏറ്റവും വലിയ. കിടക്കുക, എന്നെ സംബന്ധിച്ച് ഒരു ടൈം എക്സ്ട്രാ ടൈമിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കൊരു വേസ്റ്റ് ആണ്. അപ്പൊ അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് ഇതിനൊന്നും വില മതിക്കൂല. പിന്നെ നമ്മൾക്കാണല്ലോ ഈ വിദ്യാഭ്യാസം കിട്ടുന്നത്, നമ്മളാണല്ലോ ഈ ഉയരണത്, അതിനെങ്ങനെ നിങ്ങൾ വില കണക്കാക്കുക? ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഇത് ഈ സിസ്റ്റം കൊണ്ടുപോവാനുള്ള ഒരു ക്യാഷ് ഉണ്ടോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. നാട്ടിലെ കാര്യത്തിൽ ഞാൻ അതിൽ ഇടപെടില്ല, ആൾക്കാരെ ഡിമാക്കല്ല. പക്ഷെ ഇവിടുന്ന് ചിന്തിക്കുമ്പം ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകാൻ ഈ ആൾക്കാരും പേഴ്സണൽ കോച്ചും ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകാനുള്ള ഒരു കാശ് തന്നെ ഇത് ആവൂ എന്നുള്ള ഒരു സംശയം വരെ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ട്. അതെ, അതിന്റെ റിയാലിറ്റി അത് തന്നെയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇത്രയും വലിയ ടീമിനെ നമ്മൾ കൊണ്ടുപോകാൻ. കാരണം ഇത്രയും വലിയ ടീമിനെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡേഴ്സ് വേണം, മാനേജേഴ്സ് വേണം, പീപ്പിൾ മാനേജ്മെന്റ് സൂപ്പർവൈസേഴ്സ് വേണം, ഇതൊക്കെ വേണം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ബട്ട് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇപ്പം ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫീസിൽ പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസ് കൂടാൻ സാധ്യതയുള്ളൂ. കാരണം ആ ലെവലിലേക്ക് നമ്മൾ സർവീസ് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ എനിവേ താങ്ക് യു ഫോർ ഷെയറിങ്. നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നഷ്ടപ്പെട്ട എന്നെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ള. അപ്പൊ മൊയ്തീൻക പറയുമ്പോഴും അത് തന്നെയാണ് മനസ്സിലായത്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു, തിരിച്ചു പിടിച്ചു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, സ്കൂൾ കാലത്ത് എത്ര ഉഷാറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, പഠിച്ചിരുന്ന ഒരാളാണ്, ഉഷാറായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. എന്താ വേണ്ടത്? കമ്മിറ്റ്മെന്റ് വേണം, റിസ്ക് എടുക്കാൻ തയ്യാറാവണം. എന്റെ ലൈഫിൽ എന്റെ മുൻപിലേക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ്, ഒരു അടയാളമായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഒരുപാട് ആൾക്കാരുടെ തെളിവുകളുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പൊ ആക്ച്വൽ ഫീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8,000 rupees ആണ് ഇതിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത്. ആ ആക്ച്വൽ ഫീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 8,000 rupees നിങ്ങൾ അടയ്ക്കുക, നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നാളെ ആരംഭിക്കുകയാണ്. നാളെ മുതൽ ഒരു മാസത്തെ ജേണിയാണ്, അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ജേണി. ആ ജേണിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഷഹീന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഷഹീനയുടെ ലൈഫ് എന്തായിരുന്നു EFT കോഴ്സ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് പറയാവോ? ജസ്റ്റ് ഒന്ന് പറയാ ഷഹീന, ഒന്ന് പറയും, ഷെയർ ചെയ്യും. ഇപ്പോഴുള്ള ലൈഫ് എന്താണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹായ് ഓൾ, എൻ്റെ പേര് ഷഹീന. ഞാൻ ഖത്തറിലാണ് ഉള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡും ഒപ്പരായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് EFTയിൽ. അപ്പം എനിക്ക് മീൻസ് ആ ഒരു ടൈം, ജോയിൻ ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെന്റലി, അതായത് നോർമൽ ഞാനൊരു പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം, അതായത് ജസ്റ്റ് ഒരു ഫിലിം ഒക്കെ കാണുമ്പോൾ ചെറിയൊരു സീൻ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ അപ്പോൾ ഇമോഷണൽ ആവും. മീൻസ് എനിക്ക് പറ്റിയ പോലെ ഞാൻ അവിടെ കരയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെത്. പിന്നെ എനിക്ക് ഈ ഒരു ഡെലിവറിക്ക് ശേഷം മീൻസ് മോളെ പെട്ടെന്ന് വന്ന് അതും എനിക്ക് എന്തോ മെന്റലി കുറെ ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു EFT എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് അവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പറയാലോ, ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഞാൻ നിൽക്കുന്നത്. അപ്പം അവിടുന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഹാപ്പിനെസ്, നമ്മൾ ആ ഒരു സെൽഫ് ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്
വരുത്തേണ്ടതെന്ന് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്തതിന് ശേഷമാണ് അത് മനസ്സിലാക്കിയത്. അത് ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങി. ഇപ്പം അൽഹംദുലില്ലാ ഞാൻ അത്രക്കും ഹാപ്പിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു ഡ്രീമാണ് എനിക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മീൻസ് ഒരാൾ കരയുമ്പം അവരെ കൂടെ കരയാതെ അവരെ മീൻസ് ഒന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കാന്നുള്ള ആ ഒരു എൻ്റെ ഉള്ളിലുള്ള ഒരു ഡ്രീമാണ്. അതെനിക്കിപ്പം പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരാൾ വന്ന് കരയുമ്പം എനിക്ക് ആളെ കൂടെ കരയാനല്ലാണ്ട് എനിക്ക് ആളെ മീൻസ് ഞാൻ ഉണ്ട് നിങ്ങളെ കൂടെ എന്ന് പറയാൻ എനിക്കിപ്പം പറ്റുന്നുണ്ട്. മീൻസ് അത് എനിക്ക് പറ്റുന്നോണ്ടല്ല പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ പറയുന്നുണ്ട് അത്. പക്ഷെ ആ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു എന്താ പറയാ റിലീഫ് കിട്ടുമ്പം എനിക്ക് അത്രക്കും സന്തോഷമാണ്. അതിനും വലുത് എനിക്കിപ്പം ഇല്ല. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതായത് നമ്മളുടെ വളരെ വീക്കായിട്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള അത് തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ കാര്യങ്ങൾക്ക് വരെ കരയുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരാൾ ലൈഫ് പാർട്ണറായി വന്നു കഴിഞ്ഞാൽ മറ്റേ ലൈഫ് പാർട്ണറുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ വല്ലാണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടെന്ന് വെച്ചാൽ ഇവിടെ ഇനി ഞാൻ വേറൊരാൾ നമ്മളെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്നുള്ള ഒരാൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. വളരെ ഒരു ഉപകാരപ്രദമായി എന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. 100% പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. സാറ് വളരെ മനോഹരമായ ട്രെയിനിങ് മെത്തേഡുകളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സ്ട്രെസ് അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ടിപ്സുകൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ അനുഭവം നേരിട്ട് കാണുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ EFT യെ കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിക്കും ഒരു ബേസിക് ആണ് EFT എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്നുള്ള EFT എല്ലാ ക്ലാസ്സുകളും കോഴ്സുകളും അറ്റൻഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ട് EFT ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഷംസാർ വലിയൊരു പിന്തുണയും ഒരു പ്രോത്സാഹനവും ഈ മേഖലയിൽ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഷംസാർ പിന്തുണയും ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വോയിസ് കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരിക്കലെങ്കിലും EFT എന്ന ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും സ്വയം അത് അനുഭവിച്ചറിയുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഏറെ ആശംസിക്കുകയാണ്. അപ്പൊ എന്താണ് അവരുടെ ഒരു ലൈഫിൽ എന്താ വെച്ചാൽ വലിയ രീതിയിൽ ഇപ്പൊ ബുഷൈന ഇവിടെ ഉണ്ട്. ബുഷൈന അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ബുഷൈന ഇവിടെ ഉണ്ട്. നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തുള്ള മറ്റൊരാളാണ്. അപ്പൊ ഇദ്ദേഹം കൊച്ചിയിൽ മീറ്റപ്പ് ഉണ്ട്. ബുഷൈന പറഞ്ഞോളൂ. ഹായ് ബുഷൈന. ഹായ് സർ, ഞാന് രാവിലത്തെ ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാൻ ഇപ്പൊ പറ്റാറില്ല. കുറച്ച് ദിവസമായിട്ട് ബിസി ആയി പോയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഇത് പറയാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സാറിന്റെ ഈ നേരത്ത് സാറ് ക്ലാസ് വെച്ചതുകൊണ്ട്. അപ്പോ ഞാന് ഇതുപോലെ ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള കാരണം എൻ്റെ അനിയത്തി കോഴിക്കോടുള്ള ഒരു 1 ഡേ ക്ലാസ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകൾ. അതിന് വേണ്ടിയിട്ട് എന്നെ കൂടെ കൂട്ടിയതാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ എനിക്ക് EFT എന്താ സാറിന്റെ ക്ലാസ് അതിന് മുമ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് EFT ഒന്ന് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്തപ്പോ എനിക്ക് അതിലെന്തോ ഒരു സ്പാർക്ക് എനിക്ക് മനസ്സിലായി. കാരണം എന്തോ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്, ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ആ ഒരു പ്രശ്നത്തിനെ മാറ്റും എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നെന്ന് പറഞ്ഞാല് എന്താ പറയാ, എപ്പോഴും എല്ലാരോടും ദേഷ്യമായിരുന്നു. ഭയങ്കര ഒരു റിബൽ സ്റ്റേജിലായിരുന്നു ഞാൻ അന്ന് ഉണ്ടായിരുന്നത്. വീട്ടിലും പാർട്ട്ണറോടും പിന്നെ എല്ലാരോടും. അതായത് എന്റെ ശത്രുക്കളെ എണ്ണം അങ്ങനെ കൂടി വരുന്ന പോലത്തെ ഒക്കെ ഒരു ഫീല്. ഭയങ്കര ഡിപ്രഷനിലും ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാന് കാലിക്കറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സംഗതി എന്തോ ഒരു സംഗതി ഉണ്ട് ഇതിലെന്ന്. അങ്ങനെയാണ് ഞാൻ പിറ്റേന്ന് തന്നെ ചേർന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ 2 മാസമായി ഇതിൽ ചേർന്നിട്ട്. ഫസ്റ്റ് ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോ ഇപ്പോഴും ഇവരെ ടീം ഞങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ 30 ഡേയ്സിന്റെ ക്ലാസ് എന്നാണ് ഇവർ പറയാന്നുണ്ടെങ്കിലും ഇവരുടെ ടീം ഇപ്പോഴും നമുക്ക് ആ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്
എനിക്ക് അത് തീരാത്ത ഒരു നന്ദിയാണ് ശരിക്കും. ഇവര് 30 ഡേയ്സിന് എന്നാണ് പറയണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് ഞാൻ EFT ഇതിലിപ്പോ EFT ചെയ്യുമ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി തരും. അതുപോലെ തന്നെ ഇപ്പൊ സാറിന്റെ ഹീലിംഗ് സെഷൻ ആണെങ്കിലും മറ്റ് മെന്റേഴ്സിന്റെ ഹീലിംഗ് സെഷനിൽ നമുക്ക് പങ്കെടുക്കാം. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം. അപ്പൊ ഈ 30 ദിവസത്തിലാണ് ഇവര് എന്നുള്ള പറച്ചിലേ ഉള്ളൂ. ഞാനത് വീണ്ടും വീണ്ടും പറയാണ്, സാറിന്റെ മാത്രല്ല ഇവരുടെ മെന്റേഴ്സിനെ ഇവരാക്കി തരുന്ന മെന്റേഴ്സ് അവരുടെ ഒരു ആത്മാർത്ഥതയും നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾ അത്രത്തോളം സോൾവ് ആവണം എന്നുള്ള ഇവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, അത് ഭയങ്കര അടിപൊളിയാണ് ശരിക്കും. ഇതില് ഈ ഒരു ക്യാഷ് ഇത്ര ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഒരിക്കലും ചേരാതിരിക്കരുത്. കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്റെ വീട് ഒരു സ്വർഗം തന്നെ ഞാനിപ്പോ പറയാം. ശരിക്കും അത് മറ്റുള്ളവരോട് പറയുമ്പോ അവര് കണ്ണ് തട്ടുന്നത് എനിക്ക് പേടിയാണ്. കാരണം അങ്ങനെ പറയാൻ എനിക്ക് പേടിയാ സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ അത്രയും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളും ഹാപ്പി, എന്റെ ഹസ്ബൻഡും ഹാപ്പി. എന്റെ ഹസ്ബൻഡ് ഇപ്പോ ഈ നാളത്തെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോ ഹസ്ബൻഡ് മനസ്സിലായിട്ടുണ്ട് അത്രത്തോളം എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ആളും ചേർന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ഞങ്ങളെ ലൈഫ് ഇങ്ങനെ എന്താ ഞാന് പറയാൻ പറ്റുന്നില്ല, അത്രക്ക് സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും. ഞാന് ഇവര് പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. അവര് പറയുന്ന കാര്യങ്ങള് ശരിക്കും നമ്മൾ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി എന്താ, നമ്മളെ മൈൻഡിനെ മാറ്റുക, ഇതൊന്നും പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതല്ല. എന്റെ മൈൻഡിനെ എങ്ങനെ മാറ്റാൻ പറ്റും, നമ്മളൊരു അസുഖം മാറ്റുന്ന പോലെ നമ്മുടെ ചിന്താഗതിനെ മാറ്റി നമുക്ക് ആ പഴയ ഒരു നമ്മുടെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഒരുപാട് മാറി. പഴയ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ഇന്നും കൂടി പറഞ്ഞേ ഉള്ളൂ ഈ അത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നെ ഇതുപോലെ എന്റെ ചെറിയ സിസ്റ്ററും ഉണ്ട്, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഉമ്മയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ ആ ഒരു ഇത് എത്രത്തോളം. എന്തായാലും താങ്ക് യു സാറിന് മാത്രമല്ല സാറിന്റെ ടീമിനും. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കുന്നത് ഞാനല്ല, ഞാൻ അതിന്റെ മുൻപിൽ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം മെമ്പേഴ്സ് അടക്കമുള്ള ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഇത് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചിട്ട് നമ്മളുടെ കോഴ്സിൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു വെൽവിഷേഴ്സ് ആയിട്ട് സപ്പോർട്ടേഴ്സ് ആയിട്ട് മാറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ബഷീരൊക്കെ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ, അതേപോലെ മൊയ്തീനൊക്കെ വന്ന് ഷെയർ ചെയ്യുമ്പോൾ വല്ലാത്ത ഹാപ്പിനെസ് ആണ്. കാരണം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് പറയാൻ തോന്നി ബഷീനെ പറഞ്ഞതിൽ, ഇവർ 30 ദിവസം തരും എന്ന് പറയുന്നുള്ളൂ, പക്ഷേ ഇവർ 30 ദിവസമല്ല ലൈഫ് ടൈം തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നോർമലി എന്താ പറയാ, നിങ്ങൾക്ക് ഞങ്ങള് അൺലിമിറ്റഡ് ലൈഫ് ടൈം തരും എന്ന് പറഞ്ഞിട്ട് 30 ദിവസം പോലും തികച്ചു തന്നില്ല എന്ന് പറയേണ്ടത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ആക്ച്വലി ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെയും ഇത് മുന്നോട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണോ കടന്നു പോകുന്നത് അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് നിങ്ങളെപ്പോലെ ഇതിൽ വരുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളുടെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, സ്നേഹമാണ് നമ്മുടെ മെത്തേഡ്, അനുകമ്പയാണ് നമ്മുടെ മെത്തേഡ്. അത് നിങ്ങൾ ആ കോഴ്സ് മൊത്തം അനുഭവിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് ശരിക്കും അത് അനുഭവിച്ചിട്ടുള്ളത് സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, നമ്മുടെ എന്താ പറയുക, കരുണ, സ്നേഹം, ദയ, ഇതാണ് ഇതിന്റെ മെഡിസിൻ, ഇതാണ് ഇതിന്റെ സത്യം. നിങ്ങൾക്കത് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ നമ്മൾ ചേർന്ന് നിന്ന് എല്ലാവരും ചേർത്ത് വെച്ച് സ്നേഹത്തോട് കൂടിയിട്ട് ഈ സപ്പോർട്ട് കൊടുത്ത് ഹീലിംഗ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് പോവാണ്. അപ്പോൾ ഒരാളൊരു വേദനയിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു മിഷനാണ്. ഞങ്ങളുടെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യം, ഇത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, എൻഡ് ഓഫ് ഹ്യൂമൻ എന്താ പറയുക സാക്രിഫൈസ് ആണ്. അതായത് എന്താ പറയുക, അത് നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ സഫറിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്കതിന് സാധിക്കട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ കൊടുക്കുക. ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പേയ്മെന്റിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാം, ആ നമ്പറിൽ വിളിക്കുക. അതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിന് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ പ്രൊവൈഡ് ചെയ്യും.
താഴെ ഇവിടെ നമ്പർ കൊടുത്തോളൂ, നിങ്ങളെ വിളിച്ചോളും, ടീം മെമ്പേഴ്സ് വിളിച്ചോളും. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ അടുത്ത് ഇനിയും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എന്താ വെച്ചാൽ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേര് അവരുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വേറൊരാൾ ഷെയർ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് മീറ്റപ്പ് നടക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഓഫ്ലൈൻ മീറ്റപ്പുകൾ നടക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുത്തുള്ള ആൾക്കാരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഓഫ്ലൈനിൽ മീറ്റപ്പ് ഒക്കെ നടത്തും. ഭയങ്കര രസമാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അത് ശരിക്കും പറയണം, എടുക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു വ്യത്യാസം മനസ്സിലാവും. സ്പീക്കർ സ്പീക്കർ ഇത്രയും കാലം നമ്മൾ എന്താണ് ചിന്തിച്ചത് അതാണ് നമ്മൾ ഇട്ട് വരുന്നത്. മാറി മാറി കാണിക്കുന്നതിന് ഒരു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ യൂസ് എത്രമാത്രം. അതായത് എല്ലാം നല്ല രീതിയിൽ റെഡിയാക്കി. അപ്പോൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് വരാൻ മടിച്ച് നിൽക്കരുത്. എന്തായാലും നമ്പറിൽ ബന്ധപ്പെടുക, നമ്മുടെ ടീം മെമ്പേഴ്സിനെ ബന്ധപ്പെടുക, നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴ്സിൽ പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന മീറ്റപ്പാണത്. പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് കാലിക്കറ്റ്, കൊച്ചി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മീറ്റപ്പ് നടത്താറുണ്ട്. നിങ്ങൾക്കും അതിലൊക്കെ വരാം. പക്ഷേ നിങ്ങൾ കോഴ്സിൽ പങ്കെടുക്കുക. ഇനി പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവസരം അതിലുണ്ടാവുക. അപ്പോൾ എന്തായാലും കോഴ്സിലേക്ക് നിങ്ങൾ വരിക. 30 days നമുക്കൊരു അമേസിങ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണേ എന്ത് ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്ന ചില ആൾക്കാർ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വരിക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഉഷാറായിട്ട് മുന്നോട്ട് പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതോ ഇത്രയും നേരം കേട്ടിരുന്ന ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? മുബീന, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഷെയർ എനിത്തിങ്? എന്തെങ്കിലും പറയാനുള്ളത് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തോളൂ, സംസാരിച്ചോളൂ. സനലിന് എന്താ പറയാനുള്ളത്? സനലിന് എന്താ പറയാനുണ്ട്? സനൽ പറഞ്ഞോളൂ. ഹലോ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താണ്? നമ്മൾ അന്ന് EFT പ്രോഗ്രാം പങ്കെടുത്തില്ലായിരുന്നോ? അന്ന് സാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 6 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട്. ഓർമ്മയുണ്ടോ? അതെ അതെ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത്. ഫാന്റാസ്റ്റിക്. അത് എങ്ങനെയാന്ന് വെച്ചിട്ട് പ്രതീക്ഷിക്കാത്ത 2 വരുമാനം എനിക്ക് വന്ന്. ഞാൻ നല്ലോണം ടാപ്പ് ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നെന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ കുടുംബക്കാരോട് ഒരു കുറച്ച് പൈസ ചോദിച്ചു. ഒരു 10-30,000 റുപ്യൊക്കെ ചോദിച്ചത്. അപ്പൊ അവരുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ എനിക്ക് ഒരു ഗോൾഡ് വില അറിഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു പവനത്തിനായിരിക്കും തരികയെന്ന്. നോക്കുമ്പോ അവര് തന്നത്, അവര് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇട്ട സാധനം തരൂലല്ലോ. അപ്പൊ മാറ്റി വെച്ച ഒരു പൊണ്ണുണ്ടായിരുന്നു. നോക്കുമ്പോ അതൊരു നെക്ലേസ് ആയിരുന്നു, ഒരു 3.5 പവന്റെ. ഞാൻ വെറും 30,000 പ്രതീക്ഷിക്കുള്ളൂ. എനിക്ക് കിട്ടിയ 1.5 ലക്ഷം റുപ്യ. ഒന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ കൊറോണ സമയത്ത് ഒരു കുളങ്കൂച്ചിക്കായിരുന്നു, നമ്മളെ പടുതാക്കുളം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഞാൻ ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഒരു പൈസക്ക് കൊടുത്തിരിക്കുന്നു. വെറുതെ കൊടുത്തതാ സർക്കാരിന് വേണ്ടിയിട്ട്. ലോണല്ല, വെറുതെ കൊടുക്കുന്ന. ഇപ്പൊ നമ്മള് ഇങ്ങനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് തരുന്നതാ. അത് ഫ്രീ ആയിട്ട് തരുന്നതാ. അത് 50,000 എനിക്ക് പാസ്സായി കിട്ടി. വെരി ഗുഡ്. അങ്ങനെ 2 പ്രതീക്ഷിക്കാത്ത എമൗണ്ട്. പിന്നെ ബാക്കി കുറച്ച് അവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് 6 ലക്ഷം ഞാൻ കൊടുത്തു തീർത്ത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതായത് നിങ്ങൾക്ക് ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും, അതായത് 2 ആഴ്ച ടൈമുള്ളൂ, 6 ലക്ഷം രൂപ ഉണ്ടാക്കണം.
എങ്ങനെ ചെയ്യാം എന്ന് അറിയാതിരിക്കുന്ന ഒരാളാണ് ഇരുന്ന് ടാപ്പ് ചെയ്ത് അയാൾക്ക് ബ്ലോക്കായി കിടക്കുന്ന. അതാണ് ഇന്നത്തെ ടോപ്പിക്കിന്റെ പ്രത്യേകത. റിമൂവ് ഓൾ യുവർ ബ്ലോക്സ്. നിങ്ങൾക്ക് പണം വരാതിരിക്കുന്നുണ്ടെങ്കിൽ ആ പണം വരും. പൈസകൾ കിട്ടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വരും. ഇതെല്ലാം മറികടന്ന് സമ്പൽ സമൃദ്ധി നിങ്ങളിലേക്ക് വരിക, വഴികൾ വരിക, സഹായങ്ങൾ വരിക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. താങ്ക് യു സോ മച്ച് ഷെയറിംഗ് യുവർ ഇമോഷൻസ്. ഒട്ടും പ്രതീക്ഷിക്കില്ല. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ 2 എമൗണ്ട് ഞാൻ തീരെ പ്രതീക്ഷിക്കില്ല. അപ്പൊ നടന്നില്ലേ? ഞാൻ അന്ന് പറഞ്ഞില്ല എല്ലാം ശരിയാവും. കാര്യങ്ങൾ നടന്നു. എങ്ങനെയാന്ന് ചോദിക്കേണ്ട നടക്കും. മുബീന, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സർ, എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഞാനും ഇതുപോലെ തന്നെ എന്താ പറയാ സഫറിങ്സിൽ കൂടെ വന്ന ആളാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു മീറ്റപ്പിലാണല്ലോ ഞാനും ഷാഫി ഇൻസ്പയർസിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുവരെയുള്ള എൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു വൃത്തികെട്ട സ്വഭാവവും രീതിയും ഒക്കെ ഉള്ള ഒരു സാധാരണ ആൾ എങ്ങനെയാണോ അങ്ങനത്തെ ഒരാൾ തന്നെയായിരുന്നു ഞാനും. പക്ഷെ സാറിന്റെ ആ ഒരു ടീമായിട്ട് ജോയിൻ ചെയ്തു, മെഡിറ്റേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതോട് നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് തന്നെ ഒരു പ്രകടമായ മാറ്റങ്ങൾ കാര്യങ്ങൾ ഫീൽ ചെയ്തു. പിന്നെ ഇപ്പൊ എന്താ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു കോഴ്സ് കൗൺസിലർ ആയിട്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാല്, ഇപ്പം നിലവിൽ ഞാൻ വന്നേ പിന്നെ ഒരു 3 ബാച്ചസ് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞു. അപ്പം എന്റെ ഈ ഒരു ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ വന്ന ആളുകൾക്ക് ഒരു റിസൾട്ട് കിട്ടാന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ഫീലിങ്ങും, അവരെൻ്റെ അടുത്ത് ഇത് താങ്ക്ഫുൾ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഡൗട്ടൊക്കെ എനിക്ക് തന്നെ വന്നു. അപ്പൊ അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളാണ് ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്ട്രീം ആയിട്ടും അത്രയും എഡ്ജായിട്ട് നിൽക്കുന്ന പല രീതിയിലുള്ള വിഷമങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച് നിൽക്കുകയാണ്. ചില ആൾക്കാർ നമ്മളെ കോഴ്സിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പം എന്താ പറയാ അവര് ചിലപ്പം മനസ്സിലാക്കണം, ചിലപ്പോ ഇപ്പൊ എടുക്കണ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നാളെ അവർക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് നമുക്കുണ്ട്. നമ്മളൊരു പാർട്ട് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ കൂടിയും ഇത് അവരെ ലൈഫ് ഒരു ബ്യൂട്ടിഫുൾ ആവാനോ അല്ലെങ്കിൽ ഇതുവരെയുള്ള ലൈഫ് അല്ല ശരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മളിപ്പോ ഇതിൽ ഇട്ട് കഴിഞ്ഞാല് നമുക്കാണ് ഏറ്റവും എന്താണ് കാര്യം അല്ലെ നേട്ടം ഉണ്ടാവുക എന്നുള്ള ഒരു ചിന്ത അവരെ സൈഡിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എന്താ പറയാ അത് നമുക്കും ഒരു ശരിക്കും നമുക്കൊരു നല്ലതാണ്, അവർക്കും നല്ലതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം എല്ലാവരും അത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു ഗാഡ്ജറ്റ് മേടിക്കാൻ തന്നെ നമ്മളൊരു എമൗണ്ട് നമ്മൾ ചെലവഴിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതേ സ്ഥാനത്ത് നമുക്ക് എന്താണ് ഇങ്ങനെ ഇതിപ്പോ ഒരു പറ്റിക്കണ ഒരു സംഭവമാണ്, ഇതെന്താ ഇത് ആദ്യം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി പോവാണെങ്കിൽ പോട്ടെ, ഒരു 8,000 അല്ലേ അല്ലെങ്കിൽ ഒരു 10,000 അല്ലേന്നെങ്കിലും വിചാരിച്ചിട്ട് നമ്മളൊരു കോഴ്സിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചാൽ അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ മൊയ്തീൻ സാറൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ശരിക്കും ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളൊക്കെ ഇതിനെക്കുറിച്ച് ഇത്ര വാദോരാതെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാല് അത് ഈ ഒരു സംഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെയുള്ള നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഉള്ള ആളുകളോട് പറയാണ് നമ്മൾ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണായിരുന്നു. എനിവേസ് ഇപ്പൊ വന്ന ആളുകളോടൊക്കെ നമുക്ക് ഒരുപാട് താങ്ക്ഫുൾ ആണ്. ഇപ്പൊ ശരിക്കും നല്ലൊരു വലിയൊരു പരിപാടിയായി. ഈ ഒരു സൺഡേ ആണ്, ഈ ഒരു ടൈമാണ്. എങ്കിൽ കൂടിയും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ പോലും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ ഒരു ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു പ്രശ്നമില്ലാത്ത ആൾ ഇതിൽ ഉണ്ടാവില്ല. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക. എന്താണ് നമ്മൾ ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഇട്ടാൽ നമുക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവാം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറായിട്ട് വരിക എന്നുള്ളതാണ്. അതിന് വേറെ ആരും ഉണ്ടാവില്ല വരാൻ, നമ്മൾ തന്നെ വരണം. അത്രേ ഉള്ളൂ. അത് ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുക. പറഞ്ഞതുപോലെ എല്ലാവരും കേട്ടല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഫീഡ്ബാക്സ് ആസ് വെൽ. എക്സ്ട്രാ ഡേയ്സ് എത്ര ഡേയ്സ് ആണ് ക്ലാസ് എന്നാണ് ചോദിക്കുന്നത്. ലൈക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്രയാ കോഴ്സ് ഫീ വരുന്നത്? കോഴ്സ് ഫീ വരുന്നത് ആക്ച്വലി നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് 8,000 rupees ആണ് ഫൈനൽ ആയിട്ടുള്ള. ആക്ച്വൽ ഫീസ് വരുന്നത് 10,000 rupees ആണ്. പക്ഷേ നമ്മൾ അത് ഇൻക്രീസ് ആകാൻ പോവുകയാണ്. 8,000 rupees ഇപ്പോൾ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്, ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ് ബാച്ചിൽ ഇതിലേറെ ഫീസ് കൂടും. മറ്റൊരു കാര്യം, ക്ലാസ് വരുന്നത് 10 days-ഉം 30 days ഹീലിംഗും അൺലിമിറ്റഡ് ഹീലിംഗ് സപ്പോർട്ട്. നിങ്ങൾ വൺസ് യു ആർ എ മെമ്പർ ഓഫ് ഷാഫി ഇൻസ്പയർസ്, ഈ ഷാഫി ഇൻസ്പയർസിന്റെ ഈ ഒരു ടീമിൽ മെമ്പറായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ ഹീലിംഗ് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ കടന്നു പോകാൻ പറ്റും.
എനിവേ നിങ്ങൾക്ക് അതിന് സാധിക്കരുത് മാത്രം പറയുന്നു. നിങ്ങളുടെ കോൺടാക്ട് നമ്പറും പേയ്മെന്റ് അടക്കേണ്ട നമ്പറും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്പേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്പേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, വിളിക്കാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞതുപോലെ നാളെ കോഴ്സിൽ വെച്ചിട്ട് കാണാം. ലൈഫ് അടുത്ത 30 ദിവസം അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള, നമ്മുടെ സ്റ്റോറീസ് കേട്ടിട്ടുള്ള, തീരുമാനം നിങ്ങൾ എടുക്കുക. തീരുമാനം എടുക്കുന്നിടത്താണ് ജീവിതം മാറുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, വൈകിച്ചു നിൽക്കരുത്, ഇനിയും വൈകിച്ചു നിൽക്കരുത്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുക, തീരുമാനമെടുക്കുക, വിജയിപ്പിച്ചെടുക്കുക, ലൈഫ് മാറ്റിമറിക്കാൻ നമ്മളായിട്ട് തീരുമാനിക്കുക കേട്ടോ. സോ കടം വാങ്ങി വന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് വീട്ടാൻ പറ്റുമോ? 3 മാസം വേണ്ട, അതിന് മുൻപ് തീർച്ചയായിട്ടും പറ്റും. ഒരു സംശയം വേണ്ട. ബീബ, കം ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് അതിനെ നമ്മൾ പറയാറുള്ളത്, സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ 2 കാര്യം പറയും. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ കോഴ്സിലേക്ക് വരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, അത് തന്നെ കാണുക. കോഴ്സിൽ ഇരിക്കുന്നതായിട്ടും പഠിക്കുന്നതായിട്ടും മനസ്സിലാകുന്നതൊക്കെ കാണുക. നിങ്ങൾക്ക് വേണ്ട പണം നിങ്ങളിലേക്ക് വരും. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾ പണം വന്നു കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഒരു സംശയം വേണ്ട, നമുക്ക് പൂർണ്ണമായിട്ട് പണം തിരിച്ചു നൽകും. നഷ്ടമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൽകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. വന്നിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കടം തിരിച്ചു വീട്ടാൻ പറ്റുമോ, അതിനുള്ള വഴി ഉണ്ടാകും. നിങ്ങൾ വന്നോളൂ, ആ വഴി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. കാരണം എന്താ വെച്ചാൽ എത്രയോ ആൾക്കാർ വന്നിട്ട്, ഇപ്പൊ കണ്ടില്ലേ, സനലിന് 2 ആഴ്ച കൊണ്ട്, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് 2 ആഴ്ച കൊണ്ട് 6 ലക്ഷം രൂപ കടം പുള്ളിക്ക് വീട്ടേണ്ട ടാസ്ക് ഉണ്ട്. ഈ 6 ലക്ഷം കടം പുള്ളിക്ക് വീട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാനിത് കേട്ടിട്ട് ഞാനാകെ ഞെട്ടിയിരിക്കുക. എന്നിട്ട് ഞാൻ 2 കൽപ്പിച്ച് പറഞ്ഞു, എന്ത് അവിടെ ഞാൻ ശരത്തിനെ വിളിച്ചിട്ട് ശരത്തിനോട്, സനൽ വന്നിരുന്നുള്ള പ്രോഗ്രാമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാറേ ആളാകെ കടത്തിലാണ്, 6 ലക്ഷത്തോളം കടത്തിലാണ്, വല്ലാണ്ട് വിഷമത്തിലാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അയാൾ വിളിച്ചു, സനൽ ആർ യു ഓക്കെ? പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ആർ യു ഓക്കെ? എന്നിട്ട് ഒരു അരമണിക്കൂർ അവനോട് സംസാരിച്ചു. എന്നിട്ട് വറീഡ് ആവണ്ട, എന്തായാലും നീ ഇങ്ങനെയൊക്കെ ചെയ്യും, ടാപ്പ് ചെയ്യും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും, വഴി വന്നോളെന്ന് പറഞ്ഞു. ആ ആളാണ് ഇപ്പോൾ ആ എക്സ്പീരിയൻസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ കടം വീട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 8,000 റുപ്പീസാണ് വീട്ടാൻ പ്രയാസം, വഴി വരും. അതിനെക്കുറിച്ച് വറിയിടാവേണ്ട. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം, നമ്മളുടെ കൂടെ നിൽക്കണം. നമ്മൾ പറയുന്നത് അതുപോലെ ശ്രമിക്കാം. ഞാൻ ചാടാൻ പറഞ്ഞാൽ ചാടുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, നടക്കാൻ പറഞ്ഞാൽ നടക്കുക, കിടക്കാൻ പറഞ്ഞാൽ കിടക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് അനുസരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരുന്ന ഇതൊന്നും ചാടുക ഓടൊന്നും വേണ്ട. നല്ല രീതിയിലേക്ക് എന്ന് വെച്ചാൽ മിറക്കിൾസിൽ ബിലീവ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മിറക്കിൾസ് കൊണ്ടുവരാം, എങ്ങനെ അസുഖങ്ങൾ മാറ്റാം, എങ്ങനെ മാജിക്കുകൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം, എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാം, എങ്ങനെ നിങ്ങളിലേക്ക് അവസരങ്ങൾ, അറിവുകൾ, കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അപാരമായിട്ടുള്ള പുലിയുണ്ട്, ആ ഉള്ളിലുള്ള കഴിവുള്ള വ്യക്തിയെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം, നിങ്ങളെ ഭയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാം. ദിസ് ഈസ് ഓപ്പർച്യൂണിറ്റി. ഈ പ്രോഗ്രാം നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 വർഷം നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയോ? ആദ്യം ചിന്തിക്കാൻ പോകുന്ന 2-3 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവും. ഈ കോഴ്സ് ഞാൻ 3 വർഷം മുമ്പ് ചെയ്തില്ലല്ലോ, 5 വർഷം മുമ്പ് ചെയ്തില്ലല്ലോ, ഇത്രയും കാലം ഞാൻ വേസ്റ്റ് ആക്കിയില്ലേ, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ചെയ്തില്ല, അന്ന് ഞാൻ ചെയ്തിട്ട് എവിടെ എത്തിയാനേ എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് നിങ്ങൾ മാറും. അതുകൊണ്ട് പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. ദിസ് ഈസ് എ ചാൻസ്, ഒരു ചാൻസ് ആണ് കേട്ടോ, മറക്കരുത്. കം ടു ദ പ്രോഗ്രാമിലേക്ക് വരിക. എന്നിട്ട് ഹീൽ ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്ത് കളയുക. ഞാൻ എന്ന് പറഞ്ഞ എല്ലാ ബ്ലോക്കുകളും ഹീൽ ചെയ്യാം. ആ ഹീലിംഗ് ഉണ്ടല്ലോ, അതൊരു വളരെ സ്നേഹത്തിൻ്റെ ഒരു അപ്രോച്ചാണ്. അത് നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു മധുരമുണ്ട്, ഉള്ളിൽ മധുരം ഫീൽ ചെയ്യുന്ന, ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന, പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് വല്ലാതെ ഒരു ഇഷ്ടം ഫീൽ ചെയ്യുന്ന, പ്രണയം ഫീൽ ചെയ്യുന്ന. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും നേരമായിട്ട് മൊയ്തീൻക്ക് പോയിട്ടില്ല. ഈ ക്ലാസ് കേട്ടതാണ്, ഇതിന് മുൻപ് ക്ലാസ് കേട്ടത്. ഇതാണ് എന്താ വെച്ചാൽ ഇതിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. എന്തോ ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. നമ്മുടെ ക്ലാസിന്റെ കൂടെ നിന്നാൽ തന്നെ എന്തോ ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ട്, എന്തൊക്കെയോ സമ്മതി. എന്താ ഇവിടെ തന്നെ ഒത്തിരി. അതെ ഈ ഒരു സർക്കിളില്, പോസിറ്റീവ് സർക്കിളില് നമ്മളിവിടെ ഒറ്റ എന്തൊക്കെ ചിലപ്പോ ലോൺലിനെസ് ആവുമ്പോഴേ അതിന് സർക്കിളില് കുറച്ച് പോസിറ്റീവ് കിട്ടിയാലേ അത് ഗുണാണ്. ഞാൻ പറഞ്ഞത് ഇത് തന്നെ. ഞാൻ ആ പീരിയോഡിക്കലായിട്ട് ഞാൻ നേരത്തെ പിന്നെ NLP ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജിൽ ഇങ്ങനെ ഞാൻ അതാത് കാലഘട്ടത്തിലുള്ളത് ചെയ്ത് നന്നായി വരികയായിരുന്നു. അതിൻ്റെ ഇടക്കാണ് ഇപ്പോ ഈ EFT-യിൽ എത്തിപ്പെട്ടത്. EFT-യിൽ ഇവിടെ നിന്നപ്പം ഇതാണ് ഇപ്പത്തെ ലേറ്റസ്റ്റ്. അത് ഉപയോഗപ്പെടുത്തൽ വളരെ വളരെ അത്യാവശ്യമാണ് എല്ലാവരും. ഞാനിതിപ്പം ഇങ്ങനെ ഒരു ഫ്രീ എനിക്ക് കിട്ടാറില്ല. എന്തോ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇതായതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക്
പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തിട്ട് ഒരു ഫ്രീ കിട്ടിയതാണ് ഈ സമയത്ത്. ഇങ്ങനെ വെരി ഗുഡ്, വെരി മറ്റേത് ഗുഡ്. ഫോൺ കാള് മറ്റുള്ളത് എനിക്കിതുവരെ ഒരു ഫോൺ കാൾ വന്നിട്ടില്ല. ഞാൻ അതിശയപ്പെട്ടു പോയി ക്ലാസിന്റെ ടൈമിൽ. വെരി അപ്പൊ ഗുഡ്. പല പല താങ്ക് നമ്മൾ യു സോ മച്ച്. പഠിച്ച ആൾക്കാരായതുകൊണ്ട് യൂണിവേഴ്സ് തന്നെ നമ്മളെ ഇതിലേക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ വെരി ഗുഡ്. ഗോളുകൾ സെറ്റ് ആകാനും കാര്യങ്ങൾക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും എന്ത് ചെയ്യും വരിക കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്പറിലേക്ക് അയക്കാം. പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തിട്ട് എന്ത് അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ നമ്പർ ഒന്ന് കമന്റ് ചെയ്തേ. ഗൂഗിൾ പേ നമ്പർ 8086880775 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ആ നമ്പറിലേക്ക് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടും സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ കം ഡു ദാറ്റ്. 8086880775 എന്ന് പറയുന്ന നമ്പറിലേക്ക്. ഓക്കെ, അതിലേക്ക് എന്ത് ചെയ്യുക, 8086880775 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഗൂഗിൾ പേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യുക. 3 സീറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ഈ സീറ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. 3 സീറ്റ് ഉണ്ട്, 3 സീറ്റും കൂടെ ഉണ്ട്. ആ 3 സീറ്റ് ഉപയോഗപ്പെടുത്തുക. ആരാണ് അതിലേക്ക് വരിക എന്നുള്ളത് നോക്കാം. ഹു നീഡ്സ് ദാറ്റ്? ആർക്കാണത് വേണ്ടത്? ആ വേണ്ടവർ എന്ത് ചെയ്യുക, ഇത് ഉപയോഗപ്പെടുത്തുക. വേണ്ടവർ ഇപ്പൊ തന്നെ കൺഫേം ചെയ്യുക. അവരുടെ നമ്പർ താഴെ കൊടുത്തോളൂ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ആ സീറ്റ് വേണം, എനിക്കൊരു സീറ്റ് വേണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്പർ ഇവിടെ കൊടുക്കാം. ഹബീബ നമ്പർ കമന്റ് ചെയ്തോളൂ, നമ്പർ കമന്റ് ചെയ്തോളൂ. ഇപ്പൊ തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് കമന്റ് ഡൗൺ യുവർ നമ്പേഴ്സ്. നമ്പർ എടുക്കുക. 3 പേർക്കും കൂടെ സീറ്റ് ഉള്ളൂ. സുനിലിന് വേണം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമ്പർ കമന്റ് ചെയ്യുക. എന്നിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അത് വേണം എന്ന് പറയാം. അതിലേക്ക് എന്ത് വെച്ചാൽ നാളെ റെഡി ആകൂ. ബീഗം ഒരു കാര്യം ചെയ്യൂ. 3 സീറ്റാണ്. ഇപ്പൊ നിങ്ങൾ നമ്പർ കമന്റ് ചെയ്യുക. സീറ്റ്സ് അവൈലബിൾ ആക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്, വേറെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യുമോ എന്നുള്ളത് എന്താ വെച്ചാൽ ജസ്റ്റ് നമുക്ക് ബന്ധപ്പെടാം. അതിന് വേണ്ടിയിട്ട് വെച്ചാൽ നിങ്ങൾ നമ്പർ താഴെ കമന്റ് ചെയ്യാം. കമന്റ് ഔട്ട് യുവർ നമ്പേഴ്സ്. നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ബന്ധപ്പെടും. ഓക്കെ, അതേപോലെ തന്നെ എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സീറ്റ് വേണം എന്ന് ആഗ്രഹമുള്ളവരെന്ന് വെച്ചാൽ നോക്കി നിൽക്കരുത്, കാരണം അവസരമാണ്. നീതു വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. കമന്റ് ഡൗൺ യുവർ നമ്പേഴ്സ്. 3 പേർക്കാണ് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ആദ്യം വിളിക്കുന്ന, ആദ്യം പേയ്മെന്റ് ചെയ്യുന്ന 8086880775 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പേയ്മെന്റ് അടയ്ക്കുക. ആ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. പേയ്മെന്റ് അടയ്ക്കുക, ആ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക. ഇമ്മീഡിയറ്റ്ലി ഡു ഇറ്റ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ഡു ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരെങ്കിലും നോക്കി നിൽക്കുന്ന സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡു ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇന്നത്തെ ഈ ഒരു ജേർണിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഷെയർ ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല വെൽവിഷേഴ്സിനെ കാണാൻ പറ്റി. എല്ലാവർക്കും നല്ല എനർജി, നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരുടെയും. അപ്പോൾ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച് ഇവിടെ ജോയിൻ ചെയ്തതിന്. അതേപോലെ തന്നെ മൊയ്തീൻക, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇന്നത്തെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബുഷൈന, താങ്ക് യു എവ്രി വൺ. താങ്ക് യു താഹിറ, താങ്ക് യു ലൈല, താങ്ക് യു ആഷിഫ്, താങ്ക് യു സെലീന ഒക്കെ നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളാണ്. അമേസിംഗ് റിസൾട്ട് ലഭിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച് അഫ്സ, നന്ദകുമാർ പിള്ളേ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു നുസ്രത്ത്, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് താങ്ക്സ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പിരിയാം കേട്ടോ. താങ്ക് യു സുബൈന, താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ നാളെ ഹീലിംഗിൽ കാണാം. നാളെ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ